بسم الله الرحمن الرحيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصره جهنم وساءت مصيرا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دين الإسلام സർവശക്തനായ അല്ലാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ മതത്തിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ മനുഷ്യ വിഭാഗത്തിന് അള്ളാഹു നൽകാതെയാണ് മനുഷ്യനെ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് എങ്കിൽ അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഉദ്ദേശിക്കുന്നതുമായ താല്പര്യം അത് പൂർത്തീകരിക്കപ്പെടുമായിരുന്നില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവേകവും ബുദ്ധിയും തിരിച്ചറിയാനുള്ള കഴിവുമൊക്കെ നൽകപ്പെട്ട് ആദരിക്കപ്പെട്ട ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ആദരവ്, ബഹുമാനം, അത് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തിയാണ്. ഈ വിവേചന ശക്തി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യ വിഭാഗം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിവേചന ശക്തി, കഴിവ് അവൻ ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റ് അനേകായിരം അനേക കോടി ജീവികൾ ജീവിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ അള്ളാഹു സൃഷ്ടിച്ച വിഭാഗങ്ങൾക്കിടയിൽ എല്ലാ സൃഷ്ടികളെയും എല്ലാ ലോകങ്ങളെയും അള്ളാഹു മനുഷ്യന് വേണ്ടി, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം മനുഷ്യ വിഭാഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ ഗുണത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി, അവന്റെ ഉപകാരത്തിന് വേണ്ടിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മനുഷ്യനാണ് അള്ളാഹു ലക്ഷ്യമാക്കുന്ന അടിസ്ഥാന വിഭാഗമായ വിഭാഗം, സൃഷ്ടി വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിൽ ഉള്ളത് എല്ലാം മനുഷ്യന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ആദരിക്കപ്പെട്ടവരും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം, ഉള്ളത് എല്ലാം മനുഷ്യ വിഭാഗം എന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് എന്ന്
അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ വിഭാഗത്തിന്റെ മഹത്വവും പ്രത്യേകതയും നമുക്ക് അവിടെ ബോധ്യമാകും. ഇങ്ങനെ ആദരിക്കപ്പെട്ട വിഭാഗമായ മനുഷ്യ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഭാഗത്തിന്റെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയെ, വ്യവസ്ഥിതിയെ ലോകത്തിന്റെ മുന്നിൽ അള്ളാഹു തന്നെ നൽകി മനുഷ്യനെ ആ നിയമങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ അവനെ വീണ്ടും ആദരിക്കുകയും അവനെ വീണ്ടും മഹത്വവൽക്കരിക്കുകയും ചെയ്തു. അള്ളാഹു മനുഷ്യ വിഭാഗത്തിന് ഈ ബുദ്ധിശക്തി നൽകി അവനെ വീണ്ടും ആദരിച്ച് ആ ബുദ്ധിശക്തി കൊണ്ട് അവന് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള അവസരങ്ങൾ നൽകുന്നതോടൊപ്പം അതിനൊരു രൂപരേഖയും മാർഗവും മനുഷ്യ വിഭാഗത്തിന്റെ മുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ചിന്തകൾ ഈ വഴിക്കാകണം, നിങ്ങളുടെ ആലോചനകൾ ഈ വഴിക്കാകണം. അത് പറയാനും പഠിപ്പിക്കാനും അത് നിർദ്ദേശിക്കാനും അതിന്റെ റൂട്ട് കാണിച്ചു കൊടുക്കാനും അള്ളാഹു പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിച്ചു. ആ പ്രവാചകന്മാർ, ആ പ്രവാചക സമൂഹം, നിങ്ങളുടെ ആലോചനകളും ചിന്തകളും കേന്ദ്രീകരിക്കപ്പെടേണ്ടത് ഏകനായ സൃഷ്ടാവിലും ആ സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങളിലും ആണ് എന്ന യാഥാർത്ഥ്യം, തത്വം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യ വിഭാഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് വേണ്ടി അതിനാവശ്യമായ എല്ലാവിധ കാര്യങ്ങളും അടിസ്ഥാനപരമായ വിഷയങ്ങളും ചെയ്തു വെച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനെ അവന്റെ ദർശനങ്ങളിലൂടെ, നിയമങ്ങളിലൂടെ, വ്യവസ്ഥിതികളിലൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ദൗത്യമാണ്, അവന്റെ കടമയാണ്, കടപ്പാടാണ് അള്ളാഹുവിന്റെ ദീൻ, അവന്റെ ആശയങ്ങൾ സ്വീകരിക്കുക എന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മതം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി, വിശുദ്ധ ദീൻ അല്ലാതെ, ഇസ്ലാം അല്ലാതെ മതമായി ആരെങ്കിലും തേടിയാൽ, താല്പര്യപ്പെട്ടാൽ, സ്വീകരിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നത് അല്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ആ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 23 വർഷക്കാലത്തെ തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ലോകത്ത് മനുഷ്യ സമൂഹത്തിന് അന്ത്യനാൾ വരെ ഉൾക്കൊള്ളാൻ പറ്റിയ, ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ നിയമങ്ങളും വ്യവസ്ഥിതികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി അള്ളാഹു മനുഷ്യ വിഭാഗത്തിന് ഇസ്ലാം അതിന്റെ ആശയങ്ങൾ അത് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്തു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബികളായ ആളുകൾക്ക് ഓതിക്കേൾപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വചനം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുകയാണ്. ആ വചനങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദിവസം നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചു തന്നു നിങ്ങളുടെ മതത്തെ, നിങ്ങളുടെ മതത്തെ നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ടു തന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അതിന്റെ നിർദ്ദേശങ്ങളുമെല്ലാം, അതിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അത് പൂർത്തീകരിക്കപ്പെട്ട് മനുഷ്യ സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ആശയങ്ങളാണ്. അതിൽ മനുഷ്യൻ കൈകടത്തുകയോ അതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. അത് സമ്പൂർണമാണ്. ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ പദ്ധതികൾ സമ്പൂർണമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് പ്രഖ്യാപിച്ചു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി, ദീനിൽ പെടാത്ത വിഷയങ്ങൾ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, മാ ലൈസ മിൻഹു, അതിൽ പെടാത്ത വിഷയങ്ങൾ,
ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് കൊണ്ടുവന്നവനെയും തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ദീനിൽ പെടാത്ത ഒരു വിഷയം, ആ വിഷയം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, ദീനിൽ പെടാത്തത് എന്ന് പറഞ്ഞാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നു. മാ ഖാലഫൽ കിതാബ അവിസ്സുന്നത അവിൽ ഇജ്മാഅ്, പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായത്, സുന്നത്തിന് വിരുദ്ധമായത്, ഇജ്മാഇന് വിരുദ്ധമായത്, ഇങ്ങനെ കിതാബിനും സുന്നത്തിനും ഇജ്മാഇനും വിരുദ്ധമായ ആശയങ്ങൾ ആരെങ്കിലും പുതുതായി മതത്തിൽ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അത് കൊണ്ടുവന്നവരെയും തള്ളേണ്ടതാണ്. ഇസ്ലാമിന്റെ നിയമം അതാണ്. മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിൽ നമുക്ക് ചില പ്രസ്ഥാനങ്ങൾ കാണാം. കേരളത്തിൽ ചില പ്രസ്ഥാനങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. അടുത്ത കാലത്തായി ആരംഭിച്ച ചില പ്രസ്ഥാനങ്ങളാണ്. ഇസ്ലാം കേരളത്തിൽ വളരെയേറെ കാലമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമുണ്ട്. ഈ കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇടക്കാലത്ത് ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ലാത്ത ചില പ്രസ്ഥാനങ്ങളാണ് സമൂഹത്തിന്റെ ഇടയിൽ എല്ലാവിധ നാശങ്ങളും വിതച്ച് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു നൂറ്റാണ്ട് തികക്കാത്ത പ്രസ്ഥാനമാണ്, പാർട്ടിയാണ്, മനുഷ്യനിർമ്മിതമായ ഒരു പ്രസ്ഥാനമാണ്. മനുഷ്യനിർമ്മിതമായ ആ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിന് വിരുദ്ധമാണ്, സുന്നത്തിന് വിരുദ്ധമാണ്. അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇന്, ഏകകണ്ഠമായ അവരുടെ അഭിപ്രായങ്ങൾക്ക്, തീരുമാനങ്ങൾക്ക്, നടപടികൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ വിരുദ്ധാശയങ്ങളുമായി, ഖുർആനിന് വിരുദ്ധമായ, പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമായ, മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വിരുദ്ധമായ ആശയങ്ങളുമായി കടന്നു വന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. വേറൊരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ ഖുർആനിന് വിരുദ്ധമായ, സുന്നത്തിന് വിരുദ്ധമായ, ഇജ്മാഇന് വിരുദ്ധമായ ധാരാളം ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് അവരുടെ ആശയങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സുന്നികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടപടിക്രമം എന്താണ്, അവരുടെ ചര്യ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്? അവര് പൂർവികരായ മുസ്ലിങ്ങൾ ഉൾക്കൊണ്ട ഇസ്ലാമിന്റെ മൂല്യങ്ങളും തത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അവരുടെ നടപടി എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, സുന്നികളായ ആളുകൾ, അവരുടെ കയ്യിലുള്ളത് പഴയ ആചാരങ്ങളാണ്, വളരെ പഴക്കമുള്ളതാണ്. അവരുടെ ആചാരങ്ങൾ ഓരോന്ന് പരിശോധിച്ചു നോക്കിയാലും പഴക്കമുള്ളതാണ്. മുജാഹിദുകളുടേതോ അത് ഈ ഇടക്കാലത്ത് അവരുടെ മൗലവിമാര് കൂടി ആലോചിച്ച് തീരുമാനിച്ച നിയമങ്ങൾ മാറ്റം വരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവകളാണ്. നമ്മുടെ കയ്യിലുള്ളതോ എല്ലാം പഴയതാണ്. ഇസ്ലാം അത് പഴയതാണ്, അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ളതും പഴയ ആശയങ്ങളാണ്. പക്ഷേ ആ പഴയ ആശയങ്ങൾ എന്നും കാലിക പ്രസക്തമാണ്. ആ പഴയ കാലം മുതലേ മുസ്ലിങ്ങൾ ആചരിച്ചു വരുന്ന ആചാരങ്ങൾ അത് എന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ പുതുമയുള്ളത് കൂടിയാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. ഒരു നിയമം അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ പഴയതായി പോകുന്നത്, അപ്രസക്തമായി പോകുന്നത്, അത് മനുഷ്യ സമൂഹത്തിന് ഏത് കാലത്തും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ ആകുമ്പോഴാണ്, അപ്പോഴാണ് ഒരു നിയമം അപ്രസക്തമായി പോകുന്നത്, കാലഹരണപ്പെട്ടു പോകുന്നത്. എല്ലാ കാലത്തേക്കുമായി അവതരിപ്പിക്കപ്പെട്ട, പൂർത്തീകരിച്ച് മനുഷ്യ സമൂഹത്തിന് നൽകപ്പെട്ട ദർശനങ്ങൾ, ആ ദർശനങ്ങൾ അത് പഴയതാകുന്നതോടുകൂടെ ഏത് കാലത്തും പുതുമയുള്ളതാണ്. മുജാഹിദുകളുടേതോ ഇന്ന് അവർക്ക് പുതുമയാണെന്ന് തോന്നുന്നത് ഇന്നവർ പറയും, നാളെ അത് അവർക്ക് പഴയതായി മാറിപ്പോകും. മറ്റന്നാള് ഇന്നലെ പറഞ്ഞത് അത് പഴയതായി, ഇന്ന് അവതരിപ്പിച്ചത് നാളെ അവർക്ക് പഴയതായി തോന്നും, നാളെ അവതരിപ്പിച്ചത് മറ്റന്നാൾ പഴയതായി തോന്നും. അപ്പോ ഓരോ ദിവസത്തിനനുസരിച്ച്, മാസത്തിനനുസരിച്ച്, കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തി, ഭേദഗതി വരുത്തി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് മനുഷ്യനിർമ്മിതങ്ങളായ തത്വങ്ങളുടെയും ആശയങ്ങളുടെയും ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു സ്വഭാവമാണ്. ആ ശൈലിയും സ്വഭാവവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ജമാഅത്ത് ഇസ്ലാമിയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തബ്ലീഗ് ജമാഅത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സരണി അത് പഴയവരായ ആളുകൾ, പൂർവികരായ ആളുകൾ
അവര് പഠിപ്പിച്ചതും അവര് പ്രചരിപ്പിച്ചതും അവര് ആചരിച്ചതും അവർ ഉൾക്കൊണ്ടതുമായ വിശ്വാസ കർമ്മ പദ്ധതികൾ മാത്രമാണ്. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മോട് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ജീവിതത്തിൽ ഓരോ ദിവസവും 24 മണിക്കൂറിൽ നമ്മൾ ദുആ ചെയ്യുകയാണ്. 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓരോ റക്അത്തിലും നമ്മുടെ ദുആ. ആ ദുആ എന്താണ്? ആ ദുആ ഓരോ ദിവസവും കടന്നു വരുന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ ആളായി എന്നെ നീ മാറ്റണമേ എന്നല്ല, മറിച്ച് പൂർവീകരും മുൻഗാമികളുമായ ആളുകളുടെ സരണിയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. നിങ്ങൾ നോക്കൂ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ മാർഗത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഏതാണ് മുസ്തഖീമായ മാർഗം? ഏതാണ് ചൊവ്വായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ ഗുണം ചെയ്ത ആളുകളുടെ മാർഗം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, നിന്റെ കോപത്തിന് കാരണക്കാരാകാത്ത ആളുകളുടെ മാർഗം. വലല്ലാലീൻ, പഴച്ചു പോകാത്ത ആളുകളുടെ മാർഗം. അപ്പൊ മുസ്തഖീമായ മാർഗം, മുസ്തഖീമായ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരായ ഒരു വിഭാഗത്തിന്റെ, അള്ളാഹുവിന്റെ കോപങ്ങൾക്ക് കാരണക്കാരാകാത്ത ഒരു വിഭാഗത്തിന്റെ, പിഴച്ചു പോകാത്തൊരു വിഭാഗത്തിന്റെ മാർഗം. ആ മാർഗത്തിനാണ് മുസ്തഖീം, മുസ്തഖീം ചൊവ്വായ മാർഗം എന്ന് പറയപ്പെടുന്നത്. ഈ ചൊവ്വായ മാർഗത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ ആളുകൾ അവിടെ ആ വഴിയിലാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു പ്രസ്ഥാനത്തിനും, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പാരമ്പര്യം അവകാശപ്പെടാൻ ലോകത്ത് സാധ്യമല്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് സമർത്ഥിക്കാനും വിശദീകരിക്കാനും വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാനും പറ്റിയ വിഷയങ്ങളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് സൗകര്യപൂർവ്വം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അതിന്റെ തെളിവുകളും പ്രമാണങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യും. വളരെ നന്നായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളത്തിൽ വലിയ വിപ്ലവത്തിന്റെയോ അല്ലെങ്കിൽ വലിയ മാറ്റത്തിന്റെയോ കൊടുങ്കാറ്റ് വീശിയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു വരുന്ന മുജാഹിദ് പ്രസ്ഥാനം, അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ അവർ പറയാറുള്ളത്. നിങ്ങൾ ഭയങ്കര വിപ്ലവം നടത്തിയവരാണ്, നവോത്ഥാനം ഉണ്ടാക്കിയവരാണ് എന്നൊക്കെയുള്ള പ്രസംഗങ്ങളിലൂടെ, പ്രചരണങ്ങളിലൂടെ സമൂഹത്തിന്റെ ഇടയിൽ കടന്നു വരുന്ന മുജാഹിദ് പ്രസ്ഥാനം. അത് നിങ്ങളറിയോ? എന്തേ? മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നതിന്, ലോകം പുരോഗമിക്കുന്നതനുസരിച്ച് പുരോഗതി ലോകത്ത് പല ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കും. ആ പുരോഗതി ഞങ്ങളുടെ അക്കൗണ്ടിൽ വരവൊക്കപ്പെടണമെന്ന് പറയുന്നത് ഒരുതരം രോഗമാണ്, ഒരുതരം അസുഖമാണ്. റോഡുകൾ അത് വികസിക്കുന്നത്, റെയിൽപാളങ്ങൾ ഇരട്ടിപ്പിക്കപ്പെടുന്നത്, അതുപോലെ വിമാനത്താവളങ്ങൾ, എയർപോർട്ടുകൾ ഉണ്ടാവുന്നത്, അതിന്റെ എണ്ണങ്ങൾ കൂടി വരുന്നത്, ഇതൊക്കെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ നിങ്ങളറിയോ, മുജാഹിദ് പ്രസ്ഥാനം അവര് വലിയ പുരോഗതി ഉണ്ടാക്കിയ ആളുകളാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവരിങ്ങനെ പറയും, നമ്മളിവിടെ മദ്രസകൾ ഉണ്ടാക്കിയവരാണ്, മദ്രസകൾ പടുത്തുയർത്തിയ ആളുകളാണ്. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് എത്ര കാലമായി മുജാഹിദ് സുഹൃത്തുക്കളെ? ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ആകപ്പാടെ 1 നൂറ്റാണ്ട് നിങ്ങൾ തികഞ്ഞിട്ടില്ല. 80 കൊല്ലമൊക്കെ ആയി എന്ന് അവർ പറയാറുള്ളത്. ഈ 80 കൊല്ലമായ നിങ്ങളാണ് കേരളത്തിൽ മദ്രസ ആരംഭിച്ചതെങ്കിൽ തിരിച്ചു വെച്ചോക്ക് 100 വർഷം തികഞ്ഞതും അതിന്റെ അപ്പുറത്തേക്ക് എത്തിയതുമായ മദ്രസകൾ ഈ കേരളത്തിലുണ്ട്. ഇല്ലാന്ന് മുജാഹിദുകൾ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, അങ്ങനെ 1 നൂറ്റാണ്ട് തികച്ച മദ്രസകൾ കേരളത്തിലുണ്ടെങ്കിൽ 80 കൊല്ലമായ മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളത്തിൽ മദ്രസകൾ ഉണ്ടാക്കിയതെങ്കിൽ ഈ 20 കൊല്ലം അപ്പുറത്ത് കൂടി ആരംഭിക്കപ്പെട്ട മദ്രസകൾ മുജാഹിദുകളുടെ ആത്മാവുകൾ വന്ന് നിർമ്മിച്ചാണെന്നോ പറയുക? എന്താണ് നമ്മൾ പറയുക? ആരാണ് നിർമ്മിച്ചത് സഹോദരന്മാരെ? അപ്പൊ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തിയെന്ന പ്രഖ്യാപനത്തിൽ കടന്നു വരുന്ന മുജാഹിദ് പ്രസ്ഥാനം സത്യത്തിൽ അവര് ചെയ്തത് മനുഷ്യന്റെ മനസ്സുകളിൽ നിലനിന്നിരുന്ന ആത്മീയതയുടെ ചുറ്റുപാടുകൾ മുഴുവനും വലിച്ചെറിഞ്ഞ് അത് എടുത്തുമാറ്റി അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്ന ഏറ്റവും നീചമായ ഒരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്ന ആളുകളായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ.
എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരിൽ മുജാഹിദ് മൗലവിമാരെ കൊണ്ടുവന്ന സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവും. ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയ ഒരു വിഭാഗമാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. മുജാഹിദ് പ്രസ്ഥാനമാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന പ്രചരണം നിരന്തരമായി നടത്തുകയും അങ്ങനെ സുന്നികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സീഡികൾ, പുസ്തകങ്ങൾ അത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുകയും അങ്ങനെ മൗലവിമാർ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അകപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യം എന്താണ്? വസ്തുത എന്താണ്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങൾ വസ്തുതകളെ സംബന്ധിച്ച് കൂടുതൽ ആലോചിച്ചവരല്ല. മുജാഹിദ് മൗലവിയുടെ ഇപ്പുറത്തുള്ള വിമർശനങ്ങൾ മാത്രം ശ്രദ്ധിച്ചു. എന്നാൽ ഈ വിമർശനത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാൻ പരതാൻ നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പലപ്പോഴും മുജാഹിദ് മൗലവിമാർക്ക് നിങ്ങളുടെ ബുദ്ധി പണയപ്പെടുത്തുക കൂടി ചെയ്തു എന്ന ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഞാനതിന്റെ തെളിവുകളിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരും. നിങ്ങളുടെ ബുദ്ധികൾ മൗലവിമാർക്ക് പണയപ്പെടുത്തുകയുണ്ടായി. എന്തൊരു വലിയ അപകടമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ വിശ്വാസങ്ങളിൽ, മനുഷ്യന്റെ കർമ്മങ്ങളിൽ, മനുഷ്യന്റെ സകലമായ മേഖലകളിൽ ആത്മീയതയെ ഇല്ലായ്മ ചെയ്യാൻ രംഗത്ത് വന്ന മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അവർ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാനൊരു ഉദാഹരണത്തിന് എടുക്കുകയാണ്. എവിടെയും മുസ്ലിങ്ങളായ ആളുകൾ ഒരാത്മീയ ചുറ്റുപാട് നിലനിർത്തുക എന്നത് അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ ഇസ്ലാം പഠിപ്പിച്ച ഒരു ദർശനമാണ്, ഇസ്ലാമിന്റെ ശൈലിയാണ്. എവിടെയും ആത്മീയതയുടെ സാഹചര്യങ്ങൾ. മുജാഹിദുകളോ, അവര് പറയുന്ന നിങ്ങൾക്ക് ഞാനൊരു പ്രസംഗം കേൾപ്പിച്ചു തരാം. ഒരു മൗലവി പ്രസംഗിക്കുന്നത്, ഉദാഹരണമായി പറഞ്ഞാൽ ഒരു മരണ വീട് നമുക്ക് എടുക്കാം. മരണ വീട്, ഒരു മരിച്ച സ്ഥലം, മുസ്ലിമായ മനുഷ്യൻ മരിച്ച വീട്. ആ മരിച്ച വീട് അവിടെ ആത്മീയമായ സാഹചര്യങ്ങൾ നിലനിർത്തി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യനെ ഈ സാഹചര്യത്തിൽ അവനെ ആത്മീയമായി ഒന്നുകൂടി ശുദ്ധീകരിക്കാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മരണ വീടുകളിൽ കാണാൻ കഴിയും, അല്ലേ? അവിടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുകയാണ്. അവിടെ മറ്റ് സംസാരങ്ങളിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിയാതെ അള്ളാഹുവിന്റെ കലാം അവിടെ വായിക്കപ്പെടുകയാണ്. പടച്ച റബ്ബിന്റെ കലാം, ആ കലാം ഓതപ്പെടുകയും അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെടുകയും അങ്ങനെ ആ മരണ വീട്ടിൽ ഭക്തിയുടെ നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ വീടുകളിൽ. ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താ പറയാറുള്ളത്? ഒരു പുത്തനാചാരമാണ്, ഇതൊരു ബിദ്അത്താണ്, ഇത് തെറ്റാണ്, നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു മുജാഹിദിന്റെ വീടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു സാഹചര്യത്തിന് അനുവാദം കൊടുക്കാത്ത, അതിന്റെ അവസരമില്ലാത്തൊരു വീടാണെങ്കിൽ ജനങ്ങൾ മറ്റ് സംസാരങ്ങളിലേക്ക് ഇടപെടുകയാണ്, ഇറങ്ങിപ്പോവുകയാണ്. അവിടെ വിവിധങ്ങളായ പത്രങ്ങൾ, ആ പത്രങ്ങൾ വായിക്കാൻ അത് ലഭിക്കുന്ന സമയത്ത് അതിന്റെ സമയം കാണുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാം മനുഷ്യന്റെ മനസ്സുകളെ സ്വാധീനിക്കുന്ന പരിശുദ്ധ ഖുർആൻ, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. പരിശുദ്ധ ഖുർആൻ, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ, അവരെ അത് പ്രകമ്പനം കൊള്ളിക്കുകയാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അവരെ അത് രോമാഞ്ചമണിയിക്കുകയാണ്, അവരെ അത് പുളകം കൊള്ളിക്കുകയാണ്, അവരെ അത് ഭയഭക്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സുമ്മ തലീന ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അങ്ങനെ അവരുടെ മനസ്സും അവരുടെ ശരീരവും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് അലിഞ്ഞു ചേരുകയാണ്, ലയിക്കുകയാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കൂ, ഒരു മരണ വീട്ടിൽ അത് പാരായണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതോടെ, ആ ഖുർആനിന്റെ ശബ്ദം കേൾക്കുന്നതോടെ ആളുകളൊക്കെ ശാന്തരായി, സമാധാനികളായി, പടച്ച റബ്ബിന്റെ വചനമോടെ ഉരുവിടപ്പെടുമ്പോൾ, അത് ഓതപ്പെടുമ്പോൾ അവിടെ എന്തെന്നില്ലാത്തൊരു ഭക്തി ഉണ്ടാവുകയായി. ഈ മരിച്ചു കിടക്കുന്ന മയ്യത്ത്, ആ മയ്യത്തിനെ കുറിച്ചുള്ള അവന്റെ ഇനി കാണാൻ പോകുന്ന രംഗങ്ങളെ സംബന്ധിച്ച്, അവൻ കാണാൻ പോകുന്ന, കിടക്കാൻ പോകുന്ന ഖബറിനെ സംബന്ധിച്ച് മനസ്സുകളിലേക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൂടെ അവിടെ നടക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ശ്രദ്ധയെത്തുകയാണ്.
എന്തൊരു നല്ല അന്തരീക്ഷം, എന്തൊരു പടച്ചറബിലേക്ക് മനുഷ്യനത്തെ മനസ്സുകൾ തിരിച്ചുവിടുന്ന രംഗം. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത നവോത്ഥാനം എന്താണെന്നറിയോ? അവർ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിച്ചിട്ട് നടത്തിയ പരിപാടി എന്താ? പരിപാടി ആ വീട്ടിൽ നിന്ന് ഖുർആനോത്ത് പടിക്ക് പുറത്ത് നിർത്തുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. നിങ്ങൾ രോഗിയുടെയോ മയ്യിത്തിന്റെയോ സന്നിധിയിലെത്തിയാൽ അവിടെ നിങ്ങൾ ചെന്നാൽ ഖൈറ് നിങ്ങൾ പറയണം. റസൂലുള്ള പഠിപ്പിക്കുന്നു. എന്താണ് ഖൈറ്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും ഉത്തമമായ സംസാരം, വചനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അത് മരിച്ചയിടത്ത് ഓതണം, അത് മരിച്ചയിടത്ത് പറയണോ, അത് മരിച്ചയിടത്ത് പാരായണം ചെയ്യപ്പെടണോ. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ പൂർവീകരും പറഞ്ഞതിൽ ഏറ്റവും ഖൈറായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. രോഗിയുടെ സന്നിധിയിൽ വെച്ച് മരിച്ച മയ്യിത്തിന്റെ അരികിൽ വെച്ച് ആ ഖൈറ് പറയണമെന്ന് നിർദ്ദേശം റസൂലുള്ളാഹി നൽകുകയാണ്. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? നമ്മൾ ഏതാ അംഗീകരിക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയാണ്. അതിനൊരു പഴക്കമില്ല. എന്ന് പറഞ്ഞാൽ പഴമയുള്ളതാണെങ്കിലും അതിന് പഴക്കം എന്ന് പറയുന്ന കാലഹരണപ്പെടുക എന്ന അർത്ഥത്തിലുള്ള ഒരു പഴക്കം അവിടെ ഇല്ല. ഉണ്ടോ സഹോദരന്മാരെ, സഹോദരിമാരെ? ഇല്ല, അത് പുതുമയുള്ളതാണ്. എന്നാൽ ഇത് പടിക്ക് പുറത്ത് നിർത്തി ദിക്റിന്റെയും ഖുർആനിന്റെയും സാഹചര്യം ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയുമായി ലോകത്തിന്റെ മുന്നിൽ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. നിങ്ങളറിയോ, ഒരു മൗലവി ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചു പോലും ഞങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം അറിയുള്ളൂ, ഞങ്ങൾക്ക് ഖുർആൻ അറിയുള്ളൂ, നിങ്ങൾക്ക് ആർക്കും ഖുർആൻ അറിയില്ല, സുന്നികളൊന്നും ഖുർആൻ പഠിക്കണില്ല, പഠിപ്പിക്കണില്ല, സുന്നികൾക്ക് ഖുർആൻ മനസ്സിലാകില്ല, ഖുർആൻ കലക്കി കുടിച്ച ആൾക്കാര് നമ്മളാണ്. എന്നാ നിങ്ങളറിയോ, ഞാൻ ഈ പ്രതിപാദിച്ച ഇതേ വിഷയത്തെ പറ്റി ഇവിടെ വന്ന മൗലവി ഖുർആൻ ഓതി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ തൊപ്പി ഇട്ടിട്ടാണ് അയാൾ പ്രസംഗിക്കുന്നതെന്ന് മാത്രം. ഗൾഫിൽ നിന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് അവിടെ അറബികളെ പറ്റിക്കണല്ലോ, അതുകൊണ്ട് തൊപ്പി ഇട്ടിട്ട് ഇയാൾ പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, ആ യാസീനിലെ ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ചെയ്യാനാണ് ഖുർആൻ, ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഖുർആൻ. എന്നാൽ അയാൾ ഉടനെ ഇയാളുടെ വകയായ ഒരു അർത്ഥവും കൂടി കൂട്ടുകയാണ്. എന്താണ്? മരിച്ചിടത്ത് ഓതാനുള്ളതല്ല, മരിച്ചിടത്ത് ഓതി കൊടുക്കാനുള്ളതല്ല. എന്താ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹഖൽ ഖൗലു അലൽ കാഫിരീൻ? എന്താണ് ഇതിന്റെ അർത്ഥം? ലിയുൻദിറ മൻ കാന ഹയ്യ, പരിശുദ്ധ ഖുർആൻ അത് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ, അവരെ ഉത്ബോധിപ്പിക്കാൻ അതിനുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം, അല്ലെ? മരിച്ച അവിടെ മൗലവി ഉടനെ തുടങ്ങിയ എന്തേ പറയുന്നത്? മരിച്ചിടത്ത് ഓതി കൊടുക്കാനുള്ളതല്ല. സഹോദരന്മാരെ, ഖുർആൻ അറിയുന്ന ആളാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെ നാട്ടിൽ വന്നത്. എന്നാൽ ഈ ഒരൊറ്റ വിഷയത്തിൽ നിന്നുകൊണ്ട് ആത്മീയത തകർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ വീടുകളിൽ കടന്നുകൂടിയ മുജാഹിദ് പ്രസ്ഥാനം ഒരു മരണ വീട്ടിൽ പോലും ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച ആത്മീയതയെ തല്ലിത്തകർക്കുന്ന വിഭാഗമായ ആ മുജാഹിദുകൾ അതിനുവേണ്ടി അവരുടെ കീശയിൽ നിന്ന് വിശുദ്ധ ഖുർആനിലില്ലാത്ത താല്പര്യങ്ങൾ, ഉദ്ദേശങ്ങൾ അത് കടത്തിക്കൂട്ടി പൗരോഹിത്യത്തിന്റെ കരങ്ങളെ കൊണ്ട് വിശുദ്ധ ഖുർആനെ വികൃതമാക്കുന്നു. അത് മുജാഹിദുകൾക്കേ അറിയുള്ളൂ, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ പ്രസംഗം നിങ്ങൾ കേൾപ്പിച്ചു തരാം. മുജാഹിദ് എന്ന പേരുള്ള അതേ മൗലവി അയാൾ പ്രസംഗിക്കാൻ, ഗൾഫിൽ നിന്ന് പ്രസംഗിക്കാൻ ഇതേ ആയത്തോതിയിട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, ശേഷം ആവശ്യമായ വിശദീകരണങ്ങൾ നൽകാം. യാസീനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന മുസ്ലിം മരിച്ചെടുത്ത് യാസീൻ ഓതൂല. യാസീൻ മരിച്ചെടുത്ത് ഓതണം എന്ന് പണ്ഡിതന്മാര് പറയില്ല. യാസീനിൽ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ ഏതായത്? ലിയുൻദിറ മൻ കാന ഹയ്യൻ, ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം. ലിയുൻദിറ മൻ കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്ബോധനം നടത്താനാണ് ഈ ഗ്രന്ഥം. മരിച്ചെടുത്ത് ഓതി കൊടുക്കാനുള്ളതല്ല, മരിച്ചെടുത്ത് ഓതി കൊടുക്കാനുള്ളതല്ല. ഇയാൾ പ്രസംഗിച്ച വിഷയം എന്താണ്? ഇയാൾ പ്രസംഗിച്ച ലിയുൻദിറ മൻ കാന ഹയ്യ,
ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനാണ്, മരിച്ചിടത്ത് ഓതി കൊടുക്കാനുള്ളതല്ല. ഖുർആൻ പണ്ഡിതനായിട്ടല്ലേ നമ്മുടെ നാട്ടിൽ വന്നത്. ഞാൻ ആവശ്യപ്പെടുന്നു, മരിച്ചിടത്ത് ഓതിക്കൊടുക്കാനുള്ളതല്ല എന്ന് അയാള് പറഞ്ഞതിന് ഖുർആനിലെ ഏതാണ് അതിന്റെ വാചകം എന്ന് ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടാവല്ലോ, എന്റെ പരിപാടി ശബ്ദം ശ്രമിക്കുന്നവരിൽ നിങ്ങൾക്ക് ഇയാളെ ഫോണിൽ ചിലപ്പോൾ ബന്ധപ്പെടാൻ കഴിഞ്ഞെന്ന് വരും. അയാൾ നാടിന്റെ പരിസരത്ത് പനായിൽ വെച്ചിട്ട് ഞാനത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വന്നേ കണ്ടില്ല. പരിപാടി പിന്നെ അവിടെ 2-3 വട്ടം കഴിഞ്ഞ് പിന്നെ അയാൾ ആ ഭാഗത്തേക്കേ വന്നിട്ടില്ല, അങ്ങോട്ട് തന്നെ വന്നത് കണ്ടില്ല. ഏതോ ആകട്ടെ, ഇവിടെ നിങ്ങൾ കഴിയോ, നിങ്ങൾ ആ ഒരു ഫോണിലൂടെ ഒന്ന് ബന്ധപ്പെട്ട് എന്താണ് മരിച്ചിടത്ത് ഓതി കൊടുക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ എന്ന സൂറത്ത് യാസീനിലെ ഈ വചനത്തിന് നിങ്ങൾ അർത്ഥം പറയാൻ എവിടെയാണ് അത് അറിയിക്കുന്ന പദം, അതിന്റെ വാചകം ഖുർആനിൽ എവിടെയാണ്? മരിച്ചിടത്ത് ഓതിക്കൊടുക്കാനുള്ളതല്ല ഇയാൾ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ? ആവർത്തിച്ച് കേട്ടില്ലേ? അതിന് ഒരു തെളിവ്, വലിയ ഖുർആൻ പണ്ഡിത സുന്നികൾ ഖുർആൻ അറിയില്ല എന്ന് പറഞ്ഞു വന്ന ആളാണല്ലോ. അതിനൊരു തെളിവെന്താണ്? അതിനെന്താണ് നിങ്ങൾക്കുള്ള രേഖ? പരിശുദ്ധ ഖുർആനിലെ ലിയുൻദിറ ലാമിന്റെ അർത്ഥമാണോ? യുൻദിറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണോ? മൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണോ? കാന എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണോ? ഹയ്യൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണോ? എന്തിന്റെ അർത്ഥമാണ്? മരിച്ചിടത്ത് ഓതിക്കൊടുക്കാനുള്ളതല്ല. ഇതാണ് ഇവരുടെ ഖുർആൻ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് മലിനപ്പെടുത്തി മനുഷ്യ മനസ്സുകളിൽ നിലകൊള്ളുന്ന ആത്മീയതയെ ഇല്ലായ്മ ചെയ്യാൻ അതിന്റെ പണിയെടുക്കുന്ന ആളുകൾ, അവർക്കറിയാം. അത് അവർക്ക് ഒരുപക്ഷെ ആരെങ്കിലും ഡോക്ടറേറ്റ് കൊടുത്ത് നൽകിയാൽ അത് സ്വീകരിക്കാൻ അർഹതപ്പെട്ട ആളുകളും അവരാണ്. അത് നമുക്കല്ല, അത് നമുക്ക് കഴിയയില്ല, നമുക്ക് അറിഞ്ഞും കൂടെ നമ്മളെ ചെയ്യുകയുമില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരന്മാരെ, ഇതാണ് മുജാഹിദ്. മനസ്സിലായോ? ഖുർആൻ പണ്ഡിതന്മാരുടെ സ്വഭാവം കണ്ടില്ലേ? എന്നാൽ നിങ്ങൾ കേൾക്കാം, മരിച്ചിടത്ത് ഖുർആൻ ഓതണ്ടെന്ന് പറയുന്നത് ഇബ്ലീസാണ് എന്ന് വേറൊരു മൗലവി പ്രസംഗിക്കുന്നു. മരിച്ചിടത്ത് ഖുർആൻ ഓതണ്ട എന്ന് പറയുന്ന ഇബ്ലീസാണെന്ന് സക്കരിയ പ്രസംഗിക്കുന്നത് കേട്ടോളൂ. മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും. എന്താറിയോ? മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും. എന്താറിയോ? മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും ഒരു സുബൈക്ക് നീക്കലും 4 ദിവസമെങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതും കൂടി വേണ്ടാന്ന് ഇബ്ലീസ് അങ്ങ് തീരുമാനിച്ചിരിക്കുക. ആരാത് വേണ്ടാന്ന് തീരുമാനിച്ചത്? ഖുർആൻ ആയത്തോതി ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞത് മൗലവി തന്നെയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് അവരുടെ പന്നിപ്പാറ മൗലവി പ്രസംഗിക്കുന്ന കേട്ടോ, ദുആ എടുക്കണം, ഖുർആൻ ഓതണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക. അതും കേട്ടോളൂ. വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സ്വഹിയായ ഹദീസുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്ർ ചൊല്ലാം, പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും, കുഴപ്പമൊന്നുമില്ല. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സ്വഹിയായ ഹദീസുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്ർ ചൊല്ലാം, പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു പ്രസംഗം കേൾപ്പിച്ചിരുന്നേ. എന്തേ? മുജാഹിദുകളിന്റെ 2 ഗ്രൂപ്പായി. ഒന്ന് ഹുസൈൻ മടവൂരിന്റെ, ഒന്ന് മൗലവി ഗ്രൂപ്പ്. ഇങ്ങനെ 2 ഗ്രൂപ്പ്. ഒന്ന് മലപ്പുറം ജില്ലയിൽ പിന്നെ ചങ്ങരക്കുളത്ത് സമ്മേളനം നടത്തിയവര്, ഒന്ന് വയനാട്ടിൽ സമ്മേളനം നടത്തിയവര്. ഇനി മുജാഹിദ് എന്ന പേരുള്ള അതേ മൗലവിയുടെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം. മരിച്ച വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കൽ എന്ന് പറയുന്ന മടവൂർ ഗ്രൂപ്പിന്റെ ഒരു മൗലവിയോട് ചോദിക്കപ്പെട്ടു, എന്തേ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതാണോ മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങൾ വായിക്കുന്നതാണോ, ഏതാ നല്ലത്? അപ്പൊ അയാൾ പറഞ്ഞു, അത് ഖുർആൻ വായിക്കുന്ന തന്നെയാ നല്ലത്, ഖുർആൻ ഓതുന്ന തന്നെയാ നല്ലത്. ഇയാൾ പറയാ, ഞാൻ പറയാ വിവരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്. ആർക്ക്? മറ്റേ മൗലവിക്ക്, മടവൂർ ഗ്രൂപ്പുകാരൻ മൗലവിക്ക് വിവരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാൻ. എന്തേ? ഞാൻ പറയാ മാതൃഭൂമി വായിക്കണം എന്നാ. കാരണം എന്താ? എന്നിട്ട് ഇയാൾ കാരണം നന്നായി ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. എന്തേ? അയാൾ പറഞ്ഞ അങ്ങനെ തന്നെ എടുത്തു പറയാൻ. കക്കൂസിൽ വെച്ച് ഖുർആൻ ഓതുന്നതാണോ മാതൃഭൂമി വായിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ മാതൃഭൂമി വായിക്കുന്നതല്ലേ. അപ്പോ മരണ വീട് എന്ന് പറഞ്ഞാൽ ഏതുപോലെ, മനസ്സിലായില്ലേ? വലിയ വിവരല്ലേ, ഭയങ്കര വിവരസ്ഥന്മാർ ഇവരല്ലേ, ഇവരെ ഖുർആൻ പണ്ഡിതന്മാര്. ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അബ്ദുൽ ലത്തീഫ് കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ല. മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ
നല്ലത് മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ കാരണം? എന്താ കാരണം? ഒരാള് നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുമായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ, അല്ലേ? നമ്മൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്നവരാണല്ലോ. ആ ആളുകൾ മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിന്റെ ആയത്ത് കീശയിലിട്ട് ബാത്റൂം പോകാൻ പാടില്ല. അവിടെ ഒരുത്തൻ ചോദിക്കാണ്, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് ചോദിച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിച്ചൂടാന്നാ മറുപടി. അതാണ് ആദർശം, അതാണ് ആശയം. മരിച്ചെടുത്ത് ഓതാൻ പാടില്ല, നബി ഓതിയിട്ടില്ല. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാ കുഴപ്പ. മുജാഹിദ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് മുജാഹിദ്, ഇതാണ് മുജാഹിദ് ആദർശം. നിങ്ങളറിയോ, മരിച്ച വീട്ടിൽ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ, സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ മരിച്ച ആൾക്ക് ലഭിക്കും എന്നതിന് ഇജ്മാഅ് ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. എന്ത് ഇജ്മാഅ്? മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ തീരുമാനം, മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ എതിരഭിപ്രായമില്ലാത്ത വിധത്തിൽ മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വിഷയമാണ്, അംഗീകരിക്കപ്പെട്ട വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇമാം സുയൂത്തി രേഖപ്പെടുത്തി. അങ്ങനെ തുടങ്ങി പണ്ഡിതന്മാരെല്ലാം ഈ വിഷയങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കിടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, ദുആ ചെയ്യുന്ന, മരിച്ച വീട്ടിൽ ദുആ ഇറക്കുന്നത്, ഈ ദുആ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുജാഹിദിന്റെ ഒരു മൗലവി സലഫിയെന്നെ പ്രസംഗിക്കുന്നുണ്ട്. എന്തായാലും പറയുന്നറിയോ? എന്തായാലും പറയുന്ന, രോഗിയുടെ അരികിൽ നിങ്ങൾ ഹാജരായാലും മയ്യിത്തിന്റെ അരികിൽ നിങ്ങൾ ഹാജരായാലും നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ആ രണ്ട് നേരത്തും നമ്മൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട് എന്നാണ്. രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ട് നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. മരിച്ചെടുത്ത് വേർക്കലുണ്ടോ? ഉണ്ടോ? സദസ്സിനോടാ ചോദിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തേ ഈ വയലൊന്നും കേട്ടിട്ട് മുജാഹിദ് നന്നായില്ല? മുജാഹിദുകൾ നിന്നിട്ട് നന്നായിട്ടില്ല? ഇയാൾ നാദാലത്ത് വന്ന് വയൽ പറയും, നാദാലത്ത് വന്നുകൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ അറിയോ? അങ്ങനെ എന്നിട്ടും മുജാഹിദ് നമ്മുടെ നാട്ടിലെ, ഈ നാട്ടിലെ മുജാഹിദ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടു വട്ടെങ്കിലും അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിക്കോളി, നിങ്ങൾ ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നു വേണ്ട. പ്രസ്റ്റേജ് വിഷയം ഒന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. തുടങ്ങിക്കോളൂ നിങ്ങൾ ദുആ. അടുത്ത മരണ വീട് മുതൽ മുജാഹിദുകൾ തുടങ്ങട്ടെ. കാരണം ആ കാണാത്ത മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? മുജാഹിദുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, ആ രണ്ട് നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട് എന്ന് നിങ്ങളെ മൗലവി വാഴ്ന്നു പറയാണ്. ആ കാണാത്ത മലക്കുകളുടെ ദുആ നിങ്ങൾക്ക് വേണ്ടേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾക്ക് എന്നും വേണ്ടേ? ഞങ്ങൾ പണ്ടേ ഉള്ള ആളുകളാണ്, നിങ്ങളതിനെ പരിഹസിച്ചവരാണ്, നിങ്ങൾ എന്നെ എതിർത്തവരാണ്. പക്ഷേ പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുജാഹിദുകൾ ഇപ്പോൾ അതൊക്കെ ഓരോന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ നാട്ടിൽ വന്ന ഖുർആൻ പണ്ഡിതൻ മൂപ്പർ പറയുന്നതാണ്, മൂപ്പർ പറയുന്നത് മാതൃഭൂമി വായിക്കലാ നല്ലത്. കാരണം അത് കക്കൂസ് പോലെയാണ്, മരണ വീട് കക്കൂസ് പോലെയാണ്. ഇയാൾ പറഞ്ഞിട്ടില്ലേ, മരണ വീട് എന്നാൽ കക്കൂസ് പോലെയാണ്. മുജാഹിദ് മരിച്ചിടത്തിൽ അങ്ങനെയാണോ? നമ്മളറിയില്ല. നമ്മൾ മരിച്ചിടത്തിൽ അങ്ങനെയല്ല. മുജാഹിദ് മരിച്ചിടത്തിൽ അങ്ങനെയാണോ? ഞങ്ങളറിയില്ല. ഞങ്ങള് ഈമാനുള്ള ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ മരിച്ച ഇടങ്ങൾ അങ്ങനെയല്ല. നിങ്ങളെ മൗലവിയാണ് പ്രസംഗിച്ചത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളൊക്കെ കേട്ടുവല്ലോ. മരിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? ആണോ? പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കുന്ന സ്ഥലം, പ്രിയപ്പെട്ട ജനങ്ങളെ, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സ്ഥലം, സമയത്ത്, മരണത്തോടടുക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹം അത് ഏറ്റു ചൊല്ലാൻ എളുപ്പം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയാൻ മലക്കുകൾ അവിടെ വരുന്നു എന്ന് നിങ്ങളെ മൗലവി തന്നെ പ്രസംഗിച്ചത് കേട്ടില്ലേ? കക്കൂസിലാണോ മൗലവിമാരെ മലക്കുകൾ ഉണ്ടാകാറുള്ളത്? ആണോ? അവിടെ വെച്ച് ഖുർആൻ ഓതും പോലെയാണ് ഇവിടെ വെച്ചും ഖുർആൻ ഓതുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് അതിനുള്ള പ്രമാണം? എന്താണ് അതിനുള്ള പ്രമാണം? ഞാൻ ചോദിക്കുന്നു. അവിടെ ഖുർആൻ ഓതിക്കൂടാ, കക്കൂസിൽ ഖുർആൻ ഓതിക്കൂടാ എന്നതിനുള്ള നിയമങ്ങളും തെളിവുകളും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചോദിക്കുന്നു മൗലവിമാരോട്, മരിച്ചിടത്ത് ഖുർആൻ ഓതൽ അതുപോലെയാണെന്ന് പറയുന്ന ഒരു രേഖ കൊണ്ടുവരാൻ നിങ്ങൾ കൊണ്ടുവന്ന ഈ ഖുർആൻ പണ്ഡിതന് കഴിയുമോ? മൗലവിക്ക് കഴിയുമോ? നിങ്ങളുടെ നാട്ടിൽ മുജാഹിദ് മൗലവി ഉണ്ടെങ്കിൽ അയാൾ ചോദിച്ചു നോക്ക്. നിങ്ങൾ സാധാരണക്കാര് ആ തെളിവ് കൊടുക്കാമെങ്കിൽ സ്റ്റേജ് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം. ഈ സ്റ്റേജ് നിങ്ങൾക്ക് ഞാൻ തരാം. കഴിയോ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ? ആ തെളിവ് ഇതാ. മുസ്ലിയാരെ, സുന്നികളെ കേട്ടോളൂ. ഖുർആനിൽ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ സൂക്തം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മൗലവി ഈ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന, വിളിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സ്റ്റേജ്, നിങ്ങളുടെ വേറെ സ്റ്റേജ് എത്തുന്നരി, നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഞാൻ തരാം. അത്ര ഗണ്യമായിട്ടില്ല നിങ്ങൾ മൗലവി പറയുന്നത്. വലിയ ഖുർആൻ പഠിച്ചതല്ലേ നിങ്ങൾ? അല്ലേ? നിങ്ങൾ ഖുർആൻ പഠിച്ചത് അങ്ങെത്തിയില്ലേ? നമ്മൾ സുന്നികൾ ഖുർആൻ ഒന്നും അറിയാത്ത പഹാവകളിലെ ലോകത്തൊന്നും അറിയാത്ത അന്തംകമ്പികളായ ആൾക്കാർ നിങ്ങളെ മൗലവി പറഞ്ഞത് അല്ലേ? നിങ്ങളൊക്കെ ഖുർആന്റെ വലിയ നിശ്ചയികളാവുമല്ലോ. ഒന്ന് അവതരിപ്പിക്കാനോ നിങ്ങൾക്ക് ഈ സ്റ്റേജാണ് ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറയുന്നത്. ഈ സദസ്സും നിങ്ങൾക്ക് തരാം, ഈ സദസ്സ് നിങ്ങൾക്ക് തരാം, ഈ സ്റ്റേജ് നിങ്ങൾക്ക് തരാം. ആയത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ ആയത്ത് എന്ന് പറഞ്ഞ് ഇവിടെ അവതരിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ടുവരാം. നിങ്ങളെ പരിഭാഷ നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കാം. പ്രിയപ്പെട്ട ജനങ്ങളെ, സാധ്യമല്ല. അതുകൊണ്ടല്ലേ അതിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അയാൾ കീശയെന്ന് എടുക്കേണ്ടി വന്നത് അല്ലേ? അതിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ഭാഗം ഇവർ മൗലവിമാരെ കാണിക്കേണ്ടിയിരുന്നു. എവിടെയെങ്കിലും ഒരു കാണിച്ചോ? അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. മുജാഹിദുകളെ ഖുർആൻ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഇതാണ്. അവർ ഈ സമൂഹത്തിലെ ആത്മീയത നഷ്ടപ്പെടുത്താൻ അതിന്റെ വഴികൾ തേടുന്ന ആളുകളാണ്. അങ്ങനെ പോകുന്ന ആ മുജാഹിദ് അവര് നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ വന്ന ആളെന്നെ പറയാണ്, അയാൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. എന്താ അയാൾ പ്രസംഗിക്കുന്ന അറിയോ? നബി വഹാബി ഒന്നല്ല, നബി സുന്നിയാണ്. നബി സുന്നിയാണ്, നബി വഹാബി ഒന്നല്ല. ഈ മൗലവി പ്രസംഗിക്കാൻ എന്നാ പിന്നെ ആ സുന്നിയായ റസൂലുള്ളാഹിയുടെ കൂടെ കൂടിയ പോരെ അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നബി വഹാബിയല്ല, പിന്നെ നിങ്ങൾ വഹാബിയാ നിന്നത്. ആ പ്രസംഗം ഒന്ന് കേട്ടോളൂ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. ഞങ്ങളും അഭിപ്രായക്കാരാവുന്ന ഞങ്ങൾ സുന്നിയായത്, വഹാബി ആകാത്തത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്തേ ഞങ്ങൾ സുന്നിയായതെന്ന് മനസ്സിലായോ? നബി സുന്നിയായതുകൊണ്ടാണ്. നബി സുന്നിയായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞെന്താ? സുന്നികൾ മുഴുവനും നരകത്തിലാണ് താങ്കൾ എഴുതിയത്. നിങ്ങള് 1999 ഫെബ്രുവരി മാസത്തിലെ സൽസബീൽ, ആ സൽസബീലിൽ നിങ്ങൾ എഴുതി എന്താണ്? സുന്നികളുടെ കാര്യം മഹാപോക്കു തന്നെ. സുന്നികളുടെ കാര്യം മഹാപോക്കാണ്. റസൂലിന്റെ സുന്നിപ്പെട്ടില്ലേ? ആ റസൂലിന്റെ കാര്യം മഹാപോക്ക. എങ്ങോട്ടാ പോക്ക്? എന്നിട്ട് സൽസബീൽ പറയാൻ നരകത്തിന്റെ നടുവിലേക്ക്. എങ്ങോട്ടാ സുന്നിയുടെ പോക്ക്? നരകത്തിന്റെ നടുവിലേക്ക്. റസൂലാരാ? സുന്നിയായ റസൂല് നരകത്തിന്റെ നടുവിലേക്ക്. നിങ്ങൾ വഹാബികൾ മാത്രം സ്വർഗത്തിലോ? സുബ്ഹാനല്ലാഹ്. റസൂലൊന്നുമില്ലേ നിങ്ങളുടെ കൂടെ? റസൂലും ഞങ്ങളൊക്കെ നരകത്തിലല്ലേ? റസൂൽ സുന്നിയായ റസൂലും സുന്നികളായ ആളുകളും നരകത്തില്. നിങ്ങൾക്ക് സ്വർഗം, അതിന്റെ പേരാ നരകം. അതാ പേര് മാറിപ്പോയി ഞങ്ങൾക്ക്. അതിന്റെ പേരാ നരകം. റസൂലുള്ള സ്വർഗത്തിലാണ്. ആ റസൂൽ സുന്നിയുമാണ്. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ, നരകത്തിന്റെ നടുവിലേക്ക്. ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവിൻ സുന്നികളെ. അസ്ലിമൂ തസ്ലമൂ. നിങ്ങൾ മുസ്ലിങ്ങളാകുവീൻ എന്നാൽ രക്ഷപ്പെടുന്നതാണ്. സുന്നികൾ മുസ്ലിങ്ങളും അല്ല, സുന്നികള് മുസ്ലിങ്ങളുമല്ല. റസൂല് സുന്നികള് മുസ്ലിം അല്ല. റസൂലോ? പറയണം മുജാഹിദ് എന്നെ പറയണം. നിങ്ങളെ ഖുർആൻ പണ്ഡിതനെ തൊലി ഉരിഞ്ഞ് ഞാൻ കാണിച്ചു തരും. എന്താ നിങ്ങളെ ഖുർആൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞങ്ങൾ കാണിച്ചു തരും. അത് ഇപ്പൊ തുടങ്ങിയിട്ടില്ല. തൊലി ഉരിയെന്ന് തുടങ്ങിയിട്ടില്ല.
ഇപ്പോ അതിന്റെ കുറെ ഇപ്പുറത്തൊന്ന് നമ്മളത് ഒന്ന് കുറച്ചൊന്ന് മണ്ണ് മാന്തനേ ഉള്ളൂ. ജഡം പുറത്തെടുത്തുള്ള പോസ്റ്റ്മോർട്ടം സൗകര്യാർത്ഥം നമുക്ക് പിന്നീടാകാം. മുജാഹിദ് പ്രസ്ഥാനം എന്ന കുഴിച്ചു മൂടപ്പെട്ട പ്രസ്ഥാനം, ഇസ്ലാമിന് അന്യമായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ മുകളിൽ കൂട്ടിയിടപ്പെട്ടിരിക്കുന്ന ഈ മൂടിയ മണ്ണിന്റെ മുകൾ ഭാഗം അതിങ്ങനെ നീക്കിയാൽ തന്നെ ഇത്ര ദുർഗന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇന്ന് ബോധ്യപ്പെടും. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ ജഡം പുറത്തെടുത്താലോ എത്രത്തോളമായിരിക്കും പിന്നീട് അവസരം പോലെ സാഹചര്യം പോലെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് വേറെ വിഷയം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, വളരെ നന്നായി. ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതാണ്. സുന്നികൾ മുഴുവനും നരകത്തിന്റെ നടുവിലാണ്. സുന്നിയാണ് റസൂലുള്ള എന്ന് നിങ്ങൾ കേട്ടില്ലയോ മുജാഹിദ് പറയുന്നത്, മുജാഹിദ് തന്നെ പ്രസംഗിക്കുന്നത്. അപ്പൊ ആ റസൂലും നരകത്തിൽ എന്നല്ലേ മുജാഹിദ് പറഞ്ഞതിന്റെ താല്പര്യം? അങ്ങനെ പോകുന്ന മുജാഹിദ് പ്രസ്ഥാനം അവർ ഈ വിഷയത്തിലൊക്കെ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇയാളെന്നെ പ്രസംഗിക്കുന്ന വേറെ പ്രസംഗം ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാം. ഇയാൾ എന്താ പറയുന്നറിയോ? ഇയാൾ പറയുന്നത്, അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കാം, ഈ മൗലവി എന്നെ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല, എന്നെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഇയാൾ എന്നെ പറയുന്നുണ്ട് ഖുർആൻ പറയുന്ന പണ്ഡിതനെ വിശ്വസിക്കാൻ പാടില്ല എന്നോ? ഇയാൾ എന്നെ പറയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത്, എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്, അയാളെ വിശ്വസിക്കരുത് പോലും. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളി, വിശ്വസിക്കണ്ട, അയാളെ വിശ്വസിക്കാൻ എന്നെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാ പറഞ്ഞത്. ഒരാളെ വിശ്വസിക്കരുതെങ്കിൽ റസൂലുള്ളാഹിയെ വിശ്വസിക്കരുതോ? എന്തേ ഒരാളെ വിശ്വസിക്കരുത് എന്നുള്ള നിയമമുണ്ടോ ഇസ്ലാമിൽ? ഇതേപോലത്തെ ഈ മൗലവിമാരെ വിശ്വസിക്കാൻ പാടില്ല. മുജാഹിദ് മൗലവിമാരെ അവര് മതത്തിൽ ദുർവ്യാഖ്യാനം നടത്തി കടത്തിക്കൂട്ടി അള്ളാഹുവിന്റെ മതത്തെ അലങ്കോലപ്പെടുത്തി വികൃതപ്പെടുത്തുന്നവരാ, വിശ്വസിക്കാനേ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഈ മൗലവി എന്നെ പ്രസംഗിക്കുന്ന വേറെ പ്രസംഗം കേൾക്കാം. എന്താണ് അയാൾ പറയുന്നത് അറിയോ? അയാൾ പറയുന്നത്, നിങ്ങൾ നോക്കൂ, നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം അതാ ഏറ്റവും ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങൾ വിശദീകരിക്കുന്ന സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തേ നിസ്കാര ശേഷം ജൗഫൽ ലൈൽ, രാത്രിയുടെ ഉൾഭാഗത്ത് അർദ്ധരാത്രി സമയത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതേപോലെ ഓരോ ഫർദ് നിസ്കാരങ്ങൾ, ആ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം ദുആ ചെയ്താൽ ആ ദുആകൾ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അധികം സാധ്യതകൾ ഉള്ള സമയമാണ്. അതിന് ഏറ്റവും സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് എന്താണ്? അയാൾ പ്രസംഗിക്കുന്നു, പിശാച് അവൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ സന്തോഷിക്കുമല്ലോ മനുഷ്യന്മാര്. എന്നാൽ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നതിനേക്കാൾ പിശാചിന് സന്തോഷമുണ്ടാവുക നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കണ്ടാലാണ്. ആര്? ഇതേ മൗലവിയുടെ പ്രസംഗം. എന്താ അയാൾ പ്രസംഗിക്കുന്നത്? ഒരു സമൂഹം നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടപ്രാർത്ഥന നടത്തുന്ന കണ്ടാല് അപ്പോ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. എന്തേ? അത് ഏറ്റവും വലിയ തെറ്റാണ്, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് പോലും. എന്നാ റസൂലുള്ളാഹി അല്ലേ സഹോദരന്മാരെ അത് പറയേണ്ടത് അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരിൽ ഒരാൾ ദുആ ചെയ്യുകയും ബാക്കിയുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ അല്ലാഹു അതിന് ഉത്തരം നൽകുന്നതാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഇവിടെ നിസ്കാര ശേഷമുള്ള സംഘം ഒഴിവാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നബി തങ്ങൾ സുബഹി നിസ്കാരം നിർവഹിച്ച് സ്വഹാബത്തിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ ശാമിനാ വയമനിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ. റബ്ബേ, ഞങ്ങളുടെ മദീനയിൽ നീ ബറക്കത്ത് ചെയ്യണം, ഷാമിൽ ബറക്കത്ത് ചെയ്യണം, ഞങ്ങളുടെ അളവുകൾ പാത്രങ്ങളിൽ ബറക്കത്ത് ചെയ്യണം. റസൂലുള്ളാഹിന്റെ ദുആ ആണ്, റസൂലുള്ളാഹി തങ്ങളുടെ ദുആയാണ്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനോട് ലോകത്തോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മാ ഹസദതുകുമുൽ യഹൂദു അലാ ശൈഇൻ മാ ഹസദതുകും അലാ തഅമീനി
വസ്സലാം. ജൂതന്മാരായ ആളുകൾ, അവർക്ക് നിങ്ങളോട് അസൂയയുള്ള വിഷയമാണ് നിങ്ങൾ സലാം പറയുന്നു, ആമീൻ പറയുന്നു എന്ന കാര്യം. അതിലവർക്ക് അസൂയയാണ്. അതുകൊണ്ട് ആമീൻ പറയുന്ന നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തരം ചെയ്യണേ. അതൊരു പ്രാർത്ഥനയാണ്. കൂട്ടപ്രാർത്ഥന, കൂട്ടമായി പ്രാർത്ഥിക്കുക. കൂട്ടപ്രാർത്ഥന അതാണ്, കൂട്ടമായി പ്രാർത്ഥിക്കുക. ഇമാം കുറെ വിഷയങ്ങൾ നമുക്കും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉത്തരം ചെയ്യണേ എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂട്ടമായി പ്രാർത്ഥിച്ചു, അല്ലേ? ഈ കൂട്ടമായ പ്രാർത്ഥന റസൂലുള്ള പറയുന്നു, ഉത്തരം ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രാർത്ഥനകളിൽപ്പെട്ടതാണ്. ഒരാൾ ദുആ ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്താൽ, ആമീൻ എന്നതും ഒരു ദുആയാണ്. അങ്ങനെ ചെയ്താൽ അതിന് കൂടുതൽ ഉത്തരമുണ്ട്. ആരാ പഠിപ്പിക്കുന്ന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇയാള് പറയുന്നത് എന്താ? ഇയാള് പറയുന്നത് അത് വ്യഭിചാരത്തെക്കാൾ പിശാചിന് സന്തോഷമുള്ള പരിപാടിയാണ്. സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നത് എങ്ങനെയാണ് പോലും അത് നിങ്ങൾ കേട്ടോളൂ. നിങ്ങൾ അറിയോ? സുബഹിയിൽ ഖുനൂത്ത് ഓതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കിതാബ് നവ്വൽ ഫിൽ അമലിയാത്ത് എന്ന മുജാഹിദിന്റെ പഴയകാല പുസ്തകത്തിൽ മുജാഹിദുകൾ തന്നെ എഴുതി. എന്താ എഴുതിയത്? മുസ്ലിങ്ങൾക്ക് ആപത്തുകൾ ഇറങ്ങുന്ന സമയത്ത് 5 നേരത്തെ നിസ്കാരത്തിന്റെ അവസാനത്തെ എഴുത്തിദാലിലും സുബഹിയുടെ അവസാനത്തെ എഴുത്തിദാലിലും ഖുനൂത്ത് സുന്നത്തുണ്ട്. എന്താ എഴുതിയത്? ഖുനൂത്ത് സുന്നത്തില്ല എന്നല്ല, ഖുനൂത്ത് സുന്നത്തുണ്ട്. ഖുനൂത്തിന്റെ ഉത്തമമായ സീഗ വാചകം ഇതാണ്. ഏതാണ്? തുടങ്ങി നമ്മൾ ഖുനൂത്ത് ഓതുമ്പോഴുള്ള അതേ ഖുനൂത്ത് എവിടെ? മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ. ആ പാഠപുസ്തകത്തിലുള്ള വിഷയം പിശാചിന് വ്യഭിചാരത്തെക്കാൾ സന്തോഷമുള്ള അത്രയും വലിയ അതർവാണ്. മൗലവി പ്രസംഗിക്കുകയാണ്, തൊപ്പിയിട്ട് പ്രസംഗിക്കുകയാണ്. നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ഇതാണ് മുജാഹിദ് മൗലവിമാർ. നിസ്കാരത്തിൽ അതിന്റെ ആചാരങ്ങളെ, അതുപോലെ നിസ്കാര ശേഷം സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ, ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ആചാര അനുഷ്ഠാന ആത്മീയ സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വിഭാഗം മൗലവിയുടെ പ്രസംഗം കേൾക്കും നിങ്ങൾ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ കേരളത്തിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനുസ് സൗരിയാണ്. സുഫിയാനുസ് സൗരി അങ്ങനെ പറഞ്ഞത് മുജാഹിദിന് ഖിയാമനാളെ തെളിയിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണെന്ന് പറഞ്ഞത് സുഫിയാനുസ് സൗരിയാണെന്ന് തെളിയിക്കാൻ മൗലവിമാരെ ഞങ്ങൾ വിളിക്കുകയാണ്. വരുമോ? നിങ്ങൾ കാണുന്ന തൊപ്പിയിട്ട് നടന്നാൽ പോരാ. ഞാൻ പ്രസംഗിക്കാനല്ലേ തൊപ്പിയിട്ട് പ്രസംഗിക്കാൻ കേട്ടില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുക, സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഇപ്പൊ ഒട്ടപ്പോയത്തെ പറഞ്ഞ അങ്ങനെ മനസ്സിലാകുക? ഞാൻ ചോദിച്ചല്ലേ, സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകും? എങ്ങനെ മനസ്സിലാവും? ഇത് പൊട്ടപ്പോയത്താന്ന് പറയുമ്പോൾ തോന്നുന്നില്ലേ? പിന്നെ എങ്ങനെയാ മനസ്സിലാകുക ജനങ്ങൾക്ക്? സഹോദരന്മാരെ, ഇതാണ് മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ? ഇതെന്തോ ഒരു രോഗം തന്നെയാണ്, അല്ലേ? എന്തോ ഒരു രോഗം തന്നെയാണ് എന്നുള്ളത് ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല സഹോദരന്മാരെ. അപ്പോ അങ്ങനെ പോകുന്ന മുജാഹിദുകൾ, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാര് ഇസ്ലാമിലെ വിശ്വാസപരമായ വിഷയങ്ങൾ, ഇസ്ലാമിന്റെ കർമ്മപരമായ കാര്യങ്ങൾ എല്ലാം അപകടത്തിൽപ്പെടുത്തിയ മുജാഹിദുകൾ. ആ മുജാഹിദുകൾ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ മാറ്റിമറിച്ച് ഇന്ന് അവർ എവിടെയാണ് ഉള്ളത് എന്നതിന് അവർക്ക് തന്നെ അറിയില്ല. അവരെവിടെയുള്ളത്, അവരെവിടെയാണ്, ഏത് നിലപാടിലാണ് അവർക്ക് തന്നെ അറിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ വിഷയത്തിൽ ലോകത്തൊരു കാലഘട്ടത്തിലും മാറ്റം വരൂല. ഞാൻ ചോദിക്കട്ടെ,
നമ്മൾ അന്നും ഇന്നും എന്നും അല്ലെ വിശ്വസിക്കുന്ന അള്ളാഹിനെ പറ്റി ഒരേ വിശ്വാസമല്ലേ? ഞാൻ മുജാഹിദികളോട് ചോദിക്കുന്നു, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ ഒരു മാറ്റവും നിങ്ങൾ ഇക്കാലം അത്രയുമായിട്ട് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയോ? നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയോ? അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസ വിഷയത്തിൽ ഒരു മാറ്റവും നിങ്ങൾ വരുത്തിയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അടിസ്ഥാന വിഷയമാണല്ലോ, അടിസ്ഥാനപരമായ കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്നാ കഴിയില്ലെന്ന് മാത്രമല്ല, 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം അള്ളാഹിനെ പറ്റി പറഞ്ഞ ടീമാണ് നിങ്ങളെ മൗലവിമാര്. എങ്ങനെ 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം പടച്ച റബ്ബിനെ പറ്റി പ്രചരിപ്പിച്ച ഒരു വിഭാഗം ഏതാ? അതാ മുജാഹിദ്. ആ മുജാഹിദ് പ്രസ്ഥാനാണോ നമുക്ക് വേണ്ടത്? സലാത്തിനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന മൗലവിമാര് അല്ലേ? സിദ്ധന്മാരാണ് നിങ്ങൾ, സിദ്ധന്മാരെടുത്ത് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നില്ല അവര്. നിങ്ങളെ സിദ്ധനെയും ഞാൻ ഇവിടെ കാണിച്ചു തരും, മുജാഹിദ് സിദ്ധനെയും ഞാൻ ഇവിടെ കാണിച്ചു തരും. നിങ്ങള് ഇപ്പോ ഈ സിദ്ധന്മാരുടെയും അതുപോലെ വ്യാജ സന്യാസിമാരുടെ ഒക്കെ വിഷയത്തിൽ വ്യാജന്മാരായ ആളുകൾ ഏത് വിഷയത്തിലും ഉണ്ടാകാം. ഹിന്ദു ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരും അതിലെ സന്യാസിമാരും സ്വാമിമാരും അവരെയും കൂടെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജന്മാരായ ആളുകൾ അവിടെ ഉണ്ടാകാം. അതേപോലെ ഇസ്ലാമിലെ ആത്മീയത നശിപ്പിക്കാൻ, കളങ്കപ്പെടുത്താൻ രംഗത്ത് വന്ന മനുഷ്യനെ ചൂഷണോപാധിയാക്കിയ, ആത്മീയത അതിന് മറയാക്കിയ ആളുകൾ ഉണ്ടാകാം. പക്ഷേ അതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിനെ കരിവാരിത്തേക്കാമെന്ന് വിചാരിച്ചാൽ മുജാഹിദിന് തിരിച്ചു കിട്ടുന്ന ആദർശപരമായ അടിയുടെ ചൂട് അവർക്ക് മനസ്സിലാകും. അത് ഞങ്ങൾ കാണിച്ചു തരാം. അത് കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അതിനു മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മുജാഹിദികൾ അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസ വിഷയത്തിൽ 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം അള്ളാഹിനെ പറ്റി അവതരിപ്പിച്ചവരാണ്. നിങ്ങൾക്ക് കാണാം മുജാഹിദികളുടെ വലിയ നേതാവ് ആരാണത്? അവരുടെ ഇബ്നു അബ്ദുൽ വഹാബ്. ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. വായിച്ചില്ലേ? വായിക്കാൻ കഴിയില്ലേ? അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. അപ്പൊ അള്ളാഹ്ക്ക് വലത് ഭാഗമുണ്ട്, ഇടത് ഭാഗമുണ്ട്. വലത് ഭാഗത്ത് ഒരു കൈയുണ്ട്, ഇടത് ഭാഗത്ത് വേറൊരു കൈയുണ്ട്. മുജാഹിദികളുടെ വലിയ ഹോജ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദിലെ 124-ാമത്തെ പേജാണത്. എന്നാൽ ഇവിടെ എന്നെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. നിങ്ങളെ മൗലവി ഉണ്ടാവും പള്ളിയില്, ആ മൗലവിയോടൊന്ന് സ്വകാര്യം ചോദിക്ക്. എന്തേ അല്ല ഇബ്നു അബ്ദുൽ വഹാബാകുന്ന നമ്മളെ വലിയ നേതാവ് എഴുതിയ ആ വിഷയത്തിന് ഒരു തെളിവെന്താ നമുക്ക് കൊടുക്കാൻ കഴിയുക? ഒരായത്ത് ഖുർആൻ നിന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയോ? നിങ്ങളൊന്ന് ചോദിക്കും മൗലവിയോട്. ഉണ്ടെങ്കിൽ ആ ആയത്ത് നിങ്ങൾക്ക് വരാൻ പ്രയാസം ഉണ്ടെങ്കിൽ ആ പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിലെങ്കിലും നിങ്ങൾ ആയത്തൊന്ന് എഴുതി കൊടുത്തേക്കോ. ഈ പരിപാടി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടാവും. ഈ പരിപാടി നിങ്ങൾക്കൊന്ന് കൊടുത്തേക്കാൻ കഴിയോ ആയത്ത്? വലിയ ഖുർആൻ പണ്ഡിതന്മാരല്ലേ നിങ്ങള്, വലിയ മഹാന്മാരല്ലേ? നിങ്ങൾ അവതരണ പ്രകാരം ഞാൻ ചോദിക്കാൻ, നിങ്ങളെ വലിയ നേതാവാൻ ഇബ്നു അബ്ദുൽ വഹാബാൻ. അയാളെ കിതാബ് തൗഹീദാൻ. അതിൽ 124-ാമത്തെ പേജിലെ വരികളാണ്. അള്ളാഹുവിന് വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്. ഖുർആനിൽ ഏത് സൂറത്തിലാണ്, ഏത് ആയത്തിലാണ് ഈ ആശയം പറഞ്ഞത്? പടച്ചോനെ പറ്റിയാണ് നിങ്ങൾ എഴുതിയത്. ഇതിനെന്താണ് തെളിവ്? തെളിവ് തരാൻ കഴിയുമോ? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅ് ഉണ്ടോ? അപ്പൊ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇന്റെ വിരുദ്ധമായ, പരിശുദ്ധമായ സുന്നത്തിന്റെ വിരുദ്ധമായ, പരിശുദ്ധമായ ഖുർആനിന്റെ വിരുദ്ധമായ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിലെ ആശയങ്ങൾ എങ്ങനെയാണ്? അപ്പൊ അത് തള്ളപ്പെടേണ്ടതാണ്. അത് പറയുന്ന മുജാഹിദിനെയും തള്ളേണ്ടതാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ റദ്ദുൻ. ഉണ്ടെങ്കിൽ പറയട്ടെ, മുജാഹിദ് സുന്നത്തിലുണ്ട്, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ ഇവിടെയുണ്ട്. ബുഖാരിയിൽ വേണമെന്നില്ല, മുസ്ലിമിൽ വേണമെന്നില്ല, അബൂദാവൂദിൽ വേണമെന്നില്ല, നസായിൽ വേണമെന്നില്ല, ഇബ്നു മാജയിൽ വേണമെന്നില്ല, തിർമിദിയിൽ വേണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഒരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുവിന് വലത്തെ കൈയും ഇടത്തെ കൈയുമുണ്ട്. വലത്തെ കൈയിൽ ആകാശമാണ്, ഇടത്തെ കൈയിൽ ഭൂമിയാണ്. തെളിയിക്കൂ മുജാഹിദേ നിങ്ങളൊന്ന്. നിങ്ങളെ വലിയ നേതാവാണ്. അത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഞാൻ വിട്ടുതരാം, ഈ ജനങ്ങളെ വിട്ടുതരാം. എന്നാൽ
അള്ളാഹുവിനെ പറ്റി ഈ പച്ചക്കള്ളം പറഞ്ഞ പാതിരി അല്ലെ, പച്ച നുണ പറഞ്ഞ മൗലവി, ആ മൗലവിയെ പേറി നടന്ന് മുജാഹിദ് നാറി 2004 അവര് ആ ആശയം തിരുത്തി. അള്ളാഹിനെ പറ്റി 2004 പുസ്തകം വരട്ടെ. 2004 സെപ്റ്റംബർ മാസം, ആ സെപ്റ്റംബർ മാസത്തിൽ അവരിറക്കിയ പുസ്തകമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ 25-ാമത്തെ പേജിലെ വരികളാണ്. പുസ്തകത്തിലെ 25-ാമത്തെ പേജിലെ വരികൾ നിങ്ങൾക്ക് വായിക്കാം. ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. വായിച്ചില്ലേ അല്ലേ? അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ 2004 അള്ളാന്റെ ഇടത്തെ കൈ പോയി പോലും. 2004 വരെ മുജാഹിദ് പറഞ്ഞു വലത്തെ കൈ ഇടത്തെ കൈ ഉണ്ട്. അള്ളാനെ തിരുത്തുക. എങ്ങനെ അള്ളാനെ തിരുത്തുന്നത്? അള്ളാന്റെ ഇടത്തെ കൈ ഇപ്പല്ല. മുജാഹിദൊക്കെ കൂടെ വന്നപ്പോ അവർ നവോത്ഥാനം, ഭയങ്കര വിപ്ലവത്തിന്റെ ആൾക്കാരല്ലേ ഇവര്, എല്ലാം വെട്ടിമാറ്റിയാണ്. സുന്നികള് അവരെ പലതും വെട്ടിമാറ്റി പഠിച്ചോ ഇവിടെ ഇടത്തെ ഇടത് ഭാഗത്ത് നോക്കുമ്പോ ഒരു കൂടുതലുള്ള കൈ, ഇത് വേണ്ട, ഇത് നമ്മൾ വലത്തെ ഭാഗത്ത് കൊണ്ടുവെക്കുക എന്ന് മുജാഹിദ് തീരുമാനിച്ച് വലത്തെ ഭാഗത്ത്. അല്ലാതെ ഞങ്ങൾ കളിക്കാനുള്ള സാധന, മുജാഹിദ് കളിക്കാനുള്ള സാധനം പാവയാണത്. അല്ലാതെ ഞാൻ ചോദിക്കും നിങ്ങളോട്, 2004 ആകുമ്പോ അള്ളാഹുവിന്റെ ഇടത്തെ കൈ വലത് ഭാഗത്തെത്തും എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആൻ ഏത് സൂറത്തിലാ? ഏത് സൂറത്തിലാ മുജാഹിദ് പറയണം? ഏത് സൂറത്തിൽ? അല്ല, ഞങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ തെറ്റായി പോയി നിങ്ങൾ പറയോ? എന്നാൽ ഇപ്പല്ല എന്ന് പറയേണ്ടത്, പണ്ടേ പറയേണ്ടിരുന്നു. നിങ്ങൾ പറഞ്ഞോ? എത്ര ആൾക്കാർ ആ വിശ്വാസം കൊണ്ട് മരിച്ചുപോയി മുജാഹിദായിട്ട്? അവരൊക്കെ സ്ഥിതി എന്താണ്? എന്താണ് മുജാഹിദ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ? മനുഷ്യനിർമ്മിത മതത്തിന്റെ സ്ഥിതിയാണിത്. മുജാഹിദ് മതത്തിൽ ചേർന്നാൽ അവന് കിട്ടുക സ്ഥിരതയില്ല. ആകാശത്ത് നിന്ന് വീണവനെ പോലെ കാറ്റ് അവനെ പല ഭാഗത്തേക്കും കൊണ്ടുപോവുകയാണ്. പടിഞ്ഞാറ് നിന്ന് കാറ്റടിക്കുമ്പോ കിഴക്കോട്ട്, കിഴക്ക് നിന്നാകുമ്പം പടിഞ്ഞാട്ട്, അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഒരു നിലനിൽപ്പുമില്ല. പടച്ച റബ്ബിന്റെ ആദർശങ്ങൾ അങ്ങനെയാണോ? അള്ളാഹുവിന്റെ മതം അങ്ങനെയാണോ? അതിനൊരു സ്ഥിരതയില്ലേ? മുജാഹിദ് മതമോ അത് മനുഷ്യ നിർമ്മിത മതമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ശ്രദ്ധിക്കണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നു, 2004 വരെ അള്ളാഹുവിന് വലത് കൈയും ഇടത് കൈയും ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങള്, അങ്ങനെ ഒരു ആശയം ഖുർആനില്ല കേട്ടോ. അങ്ങനെ അള്ളാന്റെ പേരിൽ കച്ചകെട്ടി പറഞ്ഞ നിങ്ങള് 2004 ഇടത്തെ കൈ വലത്തെ കൈയായി മാറിയെന്ന് പറയാൻ നിങ്ങൾക്ക് പ്രമാണം എന്താണ്? ഖുർആനുണ്ടോ രേഖ? ഹദീസുണ്ടോ രേഖ? ഇജ്മാഉണ്ടോ രേഖ? ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഞാൻ എന്റെ സഹോദരന്മാർ പറയാണ്, സഹോദരിമാരോടും നിങ്ങൾ മുജാഹിദിനെ കണ്ടാൽ ചോദിക്കണം, സൗമ്യമായി, പ്രകോപനമൊന്നും വേണ്ട, ദേഷ്യപ്പെടണ്ട, എന്നിട്ടെങ്കിലും അവനത് പഠിക്കട്ടെ എന്ന് മനസ്സിലാക്കി ഇസ്ലാമിക ദഅവത്ത് എന്ന നിലയിൽ നിങ്ങൾ പറയണം. അല്ലയോ സുഹൃത്തെ, നിങ്ങളെ കിതാബ് തൗഹീദിൽ നിങ്ങൾ അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടെന്ന് എഴുതിയല്ലോ, അതിന് തെളിവുണ്ടോ? ഇനി അല്ല, 2004 മുതൽ നിങ്ങൾ വിശ്വാസം മാറ്റിയല്ലോ, അള്ളാഹിനെ പറ്റി ഇങ്ങനെ വിശ്വാസം മാറ്റുന്നതിന്റെ തെളിവെന്താ ചോദിക്കണം. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവും മുജാഹിദായ സ്ത്രീ ഉണ്ടാവും, ചിലപ്പം വലിയ ആളായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? നിങ്ങളെ മതവും ഞങ്ങൾക്ക് പറ്റൂല, നമ്മൾ മുജാഹിദാന്ന് പറഞ്ഞിട്ട് കീബോർഡ് അടിക്കണേ. അപ്പൊ ചോദിക്കണം സഹോദരിമാർ, അവിടെ യുക്തി ചോദിക്കണം. അല്ല, ഇപ്പൊ മതം മാറിയ ആളാണല്ലോ, നമ്മൾ ഇസ്ലാമൊന്നും പറ്റാത്തോണ്ട് മുജാഹിദായതല്ലേ അല്ലേ? എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ഒരു കൃത്യമായ ആശയമുണ്ടോ? നിങ്ങള് അള്ളാഹ്ക്ക് വലത്തെ കൈ ഇടത്തെ കൈ ഉണ്ടെന്ന് കുറെ കാലം വിശ്വസിച്ച് ഇപ്പൊ ഇടത്തെ കൈ ഇല്ലാന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ അള്ളാഹിനെ മാറ്റാൻ നിങ്ങൾക്ക് എന്താ തെളിവ് എന്ന് സഹോദരിമാര് ചോദിക്കണം ധൈര്യപൂർവ്വം. സ്ത്രീകൾ കല്യാണ വീട്ടിലും സൽക്കാരപ്പലയിലും വരുമ്പോ മുജാഹിദ് പെണ്ണാണോ ഇരുത്തി ചോദിക്കണം നിങ്ങള്. മതത്തിൽ ഈ രൂപത്തിൽ വികൃതമാക്കിയ, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ വികൃതപ്പെടുത്തിയ, എന്നിട്ട് മതത്തിൽ ധിക്കാരികളായി ജീവിക്കുന്ന സ്ത്രീകൾ, മുജാഹിദ് സ്ത്രീകൾ, അവരോട് ചോദിക്കണം നിങ്ങൾ. കുറെ ആളുകൾ പാവങ്ങൾ, ദീനറിയോ, അള്ളാനെ അറിയോ, ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, ഒന്നും പഠിക്കാതെ ഞാൻ മുജാഹിദ് പറഞ്ഞു വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവല്ലോ, ചോദിക്കണം. വെള്ളിയാഴ്ചയൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് സഹോദരിമാർ നിസ്കരിക്കുമ്പോ അവിടെ ഉണ്ടല്ലോ, ഞാൻ വലിയ പള്ളി പോണ ആളാണെന്നുള്ള കിബറ് ധിക്കാരത്തിൽ പോകുന്ന പെണ്ണുങ്ങൾ, അവരെ കണ്ടാൽ ചോദിക്കണം നിങ്ങൾ. പള്ളിയിലൊക്കെ പോണതിന് മുമ്പ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് പള്ളിയിൽ പോയിട്ട് നീ മൗലവിയോടൊന്ന് ചോദിക്ക്, ഇതൊരു
ആയത്ത് കൊണ്ടുവന്നരാൻ, അള്ളാഹ്ക്ക് വലത്തേ കൈയും ഇടത്തേ കൈയും ഉണ്ട് എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരാൻ, ആ വിശ്വാസം 2004 മാറ്റാൻ എന്താ രേഖ, എന്താ പ്രമാണം? ചോദിക്കണേ സഹോദരിമാരെ, സ്ത്രീകളോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ദൗത്യം. സഹോദരന്മാരെ നിങ്ങൾ ചോദിക്കണം മുജാഹിദുകളോട്, നമ്മുടെ ദഅവത്തിന്റെ ഭാഗമാണ്. ഇനി നിങ്ങൾ കണ്ടോ, 2005 ഏപ്രിൽ മാസം മുജാഹിദുകളുടെ അൽമനാർ, ഈ അൽമനാറിൽ എന്താ പറയുന്നറിയോ? ഈ അൽമനാറിൽ മുജാഹിദുകൾ എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കാം. അവരെഴുതിയാൽ അള്ളാഹു എവിടെ എന്നാണ് ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ. അള്ളാഹ് എവിടെയാ? മൗലിദ്, റാത്തീബ് അല്ലേ? എന്നാൽ നമ്മളെ പടച്ചോനെ കണ്ടെത്താനുള്ള ഭയങ്കര തിരക്കിലല്ലേ? എന്നിട്ട് അള്ളാഹു എവിടെ? മുജാഹിദിന്റെ ഭയങ്കര അന്വേഷണ ലേഖനം അൽമനാർ. എന്നിട്ട് അവർ പറയാണ് ഇതില് അള്ളാഹു ആകാശത്തിൽ. അള്ളാഹ് എവിടെയാ? ആകാശത്തിൽ. നമ്മൾ തെരഞ്ഞെടുത്ത അവസാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, ആകാശത്തിലാ. ഞാൻ പറയാം 2005 ഏപ്രിൽ മാസത്തിലെ അൽമനാറാത്. ഇതിൽ പറയുന്നു അള്ളാഹ് ആകാശത്തിലാണ്. നമുക്ക് വേറെ പുസ്തകം എടുക്കാം. 2007 ഈ പുസ്തകത്തിൽ മുജാഹിദ് പറയുന്നത് എന്താ അറിയോ? അള്ളാഹ് ആകാശത്തില്ല പോലും. അള്ളപ്പ ആകാശത്തില്ല. ആരാണ് അള്ളാഹു? ഇത് മുജാഹിദിന്റെ പുസ്തകമാണ്. ISM കേരള 2007 സാൽവേഷനോടനുബന്ധിച്ച് ഇറങ്ങിയ പുസ്തകമാണ്. ഇതിന്റെ 6-ാം പേജ് മറിക്കൂ നിങ്ങൾ. ഈ 6-ാമത്തെ പേജിൽ മുജാഹിദുകൾ പറയുകയാണ് അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുന്ന ആയത്തും ഹദീസുകളും ഉണ്ട്. എന്നാൽ അതിനെല്ലാം അള്ളാഹു ആകാശത്തിലാണെന്നല്ല, മറിച്ച് ആകാശത്തിന്റെ മുകളിലാണ്, ആകാശത്തിന്റെ പുറത്താണ് എന്നാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പോ അള്ളാഹ് 2007 ആകാശത്തിന്റെ പുറത്തായി. ആ 2005 അത് ആകാശത്തിന്റെ ഉള്ളിൽ, 2007 ഔട്ട്. നോക്കണം നിങ്ങൾ. അന്നേ മുജാഹിദീങ്ങൾ കുറെ കാലം ഇവിടെ ഇരുന്നോ, നമ്മൾ വിളിക്കാം. പിന്നെ മുജാഹിദ് പറയാം അള്ളാഹിനോട് ഒത്തുവയ്ക്കോ. എന്താ അള്ളാഹിന്റെ മുജാഹിദിന്റെ അടിമയോ? എന്താണ് സഹോദരൻ മുജാഹിദികളായി കഴിക്കുന്നത്? 2008 വീണ്ടും അള്ളാഹ് ആകാശത്തിലാണ് പോലും. ഇത് 2008 മുജാഹിദീങ്ങളെ സാൽവേഷൻ പുസ്തകം, പിന്നെ മുജാഹിദീങ്ങളെ അവരുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇറങ്ങിയ പുസ്തകമാണ്. സോവനീറാൻ ഇതിന്റെ 101-ാമത്തെ പേജിൽ പറയാൻ അള്ളാഹു ആകാശത്ത് തന്നെയുള്ളത്. അപ്പൊ 2007 പുറത്തുപോയ അള്ളാഹ് 2008 ആകാശത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു കൊല്ലത്തെ വിസിറ്റിന് അള്ളാഹ് പുറത്തുപോയത്. അന്ന് ഒരു കൊല്ലത്തെ വിസിറ്റിന് ആകാശത്തിന്റെ പുറത്തുപോയതാ ആണോ? മുജാഹിദിന്റെ സമ്മേളനമൊക്കെ അടുത്തപ്പോ മെല്ലെ കാണാതായി പോകരുതെന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളിലേക്ക് വന്നതാ. എന്താണ് സുഹൃത്തുക്കളെ ഈ പറയുന്ന മുജാഹിദീങ്ങൾ? ഇത് നിങ്ങൾ വേറൊരു പുസ്തകം നോക്കൂ, അൽമനാർ. ഈ അൽമനാറിൽ മുജാഹിദുകൾ രേഖപ്പെടുത്തുകയാണ് അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ, അവന് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, അവന് അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണ്, മുബത്തദിഅ കാഫിറാണ്. നോക്കൂ നിങ്ങൾ, അൽമനാർ ഫത്താവൽ മനാറാണത്. ആ ഫത്താവൽ മനാറിൽ രേഖപ്പെട്ട് കിടക്കുന്നു മുബത്തദിഅ കാഫിർ, അവിശ്വാസിയായി പോകുന്ന അനാചാരി. ആരാണവൻ? അവന് അള്ളാഹുവിന് ഭാഗം, അള്ളാഹുവിന് ജഡം, അള്ളാഹുവിന് സ്ഥലമൊക്കെ ഉണ്ട് എന്ന് പറയുന്നവനാണ്. ഇത്രയും നേരം മുജാഹിദീങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചത് അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞ ആശയമൊന്നും ഇതിനോട് പൊരുത്തപ്പെടുന്നില്ല, ഇത് നേരത്തെ പറഞ്ഞതിനോട് പൊരുത്തപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞാകട്ടെ പരസ്പരം വൈരുദ്ധ്യങ്ങളുമാണ്. എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഉള്ളത്? എവിടെയാണ് അവർക്ക് പിടുത്തമുള്ളത്? ആരാണ് അവരുടെ നേതാവ്? എന്താണ് അവരുടെ ആശയം? ഏതാണ് അവരുടെ മതം? പ്രിയപ്പെട്ട ജനകടിക്കണ്ട. ഇത് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, വക്കം മൗലവിയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ അയാൾ പറയുന്നത് എന്താ അറിയോ? ദൈവം കാലദേശ സംബന്ധമില്ലാത്തവനാണെന്നും സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരു നിലയിലുള്ളതാണെന്നും ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കുവാൻ പാടില്ലെന്നുമുള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികളാകുന്നു. കേട്ടില്ലേ? ഇസ്ലാം മതത്തിന്റെ മൂലതത്വങ്ങളിൽപ്പെട്ട സംഗതികൾ എന്താണുള്ളത്? അള്ളാഹുവിനെ ഏതെങ്കിലും സ്ഥലത്തോട് ചേർത്ത് പറഞ്ഞൂടാ, അള്ളാഹുവിനെ ഏതെങ്കിലും സ്ഥലത്തോട് ദേശത്തോട് ചേർത്ത് പറഞ്ഞൂടാ, ആകാശത്തിന്റെ പുറത്ത് ഭൂമിയിലല്ല എന്നൊന്നും ഇങ്ങനെ പറഞ്ഞുകൂടാ, ഏതെങ്കിലും ഒരു സ്ഥലത്തോട് ചേർത്ത് പറഞ്ഞുകൂടാ. അള്ളാഹുവിനെ മുജാഹിദികൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ആരെ? വക്കം മൗലവി. എന്നാലോ ഇപ്പൊ അതൊക്കെ അങ്ങനെ മാറാൻ നോക്കണോ? ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മുജാഹിദ്
ഇതിലുള്ള അബദ്ധം സാധാരണക്കാർ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? വിശ്വാസകാര്യങ്ങൾ അള്ളാഹു എന്ന ഈ പുസ്തകത്തിൽ 158 പേജ്. ഈ 158 പേജിൽ പറയാൻ അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പൊ അള്ളാഹ് ഇരിക്കുന്ന സ്ഥലം ഏതാ? അർശ്. അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അത് അള്ളാന്റെ സൃഷ്ടിയുമാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിയിലാണ് അള്ളാഹ് ഇരിക്കുന്നത്. 2008 2007 പുസ്തകം നോക്കൂ നിങ്ങൾ. ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ പേജിൽ പറയുന്നത് എന്താ അറിയോ? അള്ളാഹ് ഒരു സൃഷ്ടിയുടെ സൃഷ്ടാവ് ആ സൃഷ്ടിയുടെ പുറത്തായിരിക്കും. 2007 എന്താ പറഞ്ഞത്? അള്ളാഹു സൃഷ്ടാവ് സൃഷ്ടിയിൽ ഉണ്ടാവൂല. ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആ സൃഷ്ടിയിൽ ഉണ്ടാവൂല, ആ സൃഷ്ടിയുടെ പുറത്തായിരിക്കും. കേട്ടില്ലേ? 2007. 2008 അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടിയാകുന്ന അർശിലാണ് അള്ളാഹ് ഉള്ളത്. വൈദ്യല്ലേ? അള്ളാഹിനെ പറ്റിയല്ലേ പറഞ്ഞത്? അള്ളാഹിനെ പറ്റിയല്ലേ? എന്തേ ഇങ്ങനെ പറയേണ്ടി വന്നത്? മുജാഹിദ് മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിത മതമാണ്, മനുഷ്യനിർമ്മിത പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതരും പ്രവർത്തകരും ഓർമ്മപ്പെടുത്താറുള്ളത്, എന്ത്? മുജാഹിദ് മതം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല, മുജാഹിദ് മതം മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല, അവർക്ക് അംഗീകരിക്കാൻ പറ്റിയതല്ല. കാരണം അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസ വിഷയത്തിലാണ് ഈ ഭീമാബദ്ധം ഈ സമൂഹത്തിന്റെ മുന്നിൽ 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം അവതരിപ്പിച്ച പ്രസ്ഥാനം. ചെറുതാണോ ഈ സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. അള്ളാഹു ഇവരുടെ ആരോപണങ്ങളിൽ നിന്നൊക്കെ എത്രയോ അത്യുന്നതനാണ്. അഥവാ അവൻ അത്തരം ആരോപണങ്ങളൊന്നും ആരോപിക്കാൻ പറ്റിയവനല്ല, ആ ആരോപണങ്ങളൊന്നും അള്ളാഹുവിന് യോജിച്ചതല്ല. പടച്ച റബ്ബിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അതിൽ നിന്നൊക്കെ മുക്തനാണ് അല്ലാഹു തആല. ഇവരുടെ ആരോപണങ്ങളിൽ നിന്ന് മുക്തനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഇങ്ങനെ പടച്ച റബ്ബിലുള്ള വിശ്വാസത്തെ പോലും മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് നേരായ വിശ്വാസത്തെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായ മുജാഹിദ്, അവരുടെ മൗലവി സലഫി പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ പറയുന്ന അതേ അല്ലാഹനെ തന്നെയാ അബൂജഹലും വിശ്വസിച്ചത്. 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം പറഞ്ഞ മുജാഹിദികൾ പറഞ്ഞ അതേ അല്ലാഹനെയാണ് പോലും അബൂജഹലും അംഗീകരിച്ചത്. ഞാൻ പാട്ട് പാടാൻ എന്നിട്ട് പറയുന്നറിയോ? അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹനെ അംഗീകരിച്ചവർ തന്നെയായിരുന്നു. എന്നിട്ടോ അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹ്ക്ക് ചെയ്യാത്ത ഒരു ഇബാദത്തും ഇല്ല, എല്ലാ ഇബാദത്തും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്തു, നിസ്കരിച്ചു, നോമ്പോറ്റു, എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇഴ്തികാഫ് വരെ. ആര്? അബൂജഹലും കൂട്ടര്. അല്ലാഹനെ വിശ്വസിച്ചിട്ട് ചെയ്ത പണികൾ നോക്കണം. മുജാഹിദ് മൗലവി സലഫി പ്രസംഗിക്കാൻ എന്നിട്ട് ഇയാൾ പറഞ്ഞു എവിടെ എത്തി ചോദിച്ചാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കേൾക്കാം. മുജാഹിദ് മൗലവി പറയുന്നു, അതെ നമ്മൾ പറയുന്ന അതേ അല്ലാഹനെ അബൂജഹലും കൂട്ടരും അറേബ്യൻ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. ആര്? നമ്മൾ പറഞ്ഞാൽ മുജാഹിദ് പറയുമ്പോ മുജാഹിദ് പറയുന്ന അല്ലാഹ്. അപ്പൊ കറക്റ്റായി. അബൂജഹലും മുജാഹിദും അല്ലാഹനെ പറ്റി മനസ്സിലാക്കുന്നിടത്ത് ഒരേ രൂപത്തിലാണ് മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കിയതിനെ പറ്റി അല്ലാഹ് പറഞ്ഞതോ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ അവര് മനസ്സിലാക്കിയില്ല. ആര്? അബൂജഹലും കൂട്ടരും മക്കയിലെ മുശ്രിക്കുകൾ. മുജാഹിദ് പറയുന്നു നമ്മൾ പറയുന്ന അല്ലാഹ് തന്നെ അവർ വിശ്വസിച്ചത്. അല്ലാഹ് പറയുന്നതോ അവര് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. കറക്റ്റായില്ലേ? അതിനെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്ന അതേ വിഷയങ്ങളെ പറ്റി നിങ്ങൾ പറയുന്നത് എന്താ? അല്ലാഹനെ പറ്റിയുള്ള വിശ്വാസ വിഷയങ്ങളിൽ അബൂജഹലിന്റെ കൂടെയാണ് നിങ്ങളെന്ന് പറയുമ്പോ അതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങളും അബൂജഹലും മക്കയിലെ മുശ്രിക്കുകളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റിയവരാണ്. അത് സലഫി. ഇയാള് സഹോദരന്മാരെ, ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിവരം പോലും ഇല്ലാത്ത ഒരു സാധനം. ഈ സാധനങ്ങളിൽ ഒരു നേതാവ് എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന കണ്ടപ്പോ പിടിച്ചുകൊണ്ടുവന്നത് എവിടെ നിന്ന് കിട്ടി ഈ മൗലവിയൊക്കെ? കേട്ടോളൂ നിങ്ങൾ, വരും ഞങ്ങൾ നേതാവാണ്ടി. മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്, അല്ലാഹനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്, അല്ലാഹനെ റാസിഖായി അംഗീകരിച്ചയാളാണ്.
അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അപ്പൊ കറക്റ്റ് ഖുർആൻ പറഞ്ഞവർ വേണ്ടവർ വിശ്വസിച്ചവരല്ല. അപ്പൊ ഗുരു അതേ പറ്റി തന്നെ ഉറപ്പായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 80 കൊല്ലം കൊണ്ട് 9 വൈരുദ്ധ്യം പറഞ്ഞ ടീമാ മുജാഹിദ്. ഇനിയും ആവർത്തിക്കും മുജാഹിദുകളുടെ ഈ വൈരുദ്ധ്യം. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആവർത്തിക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? എന്നിട്ട് നമ്മളെ പറ്റി ഇവരെ വിഷയം എന്താണെന്നറിയോ? ഓ, നിങ്ങൾ മുശ്രിക്കീങ്ങളാ, നിങ്ങൾ ഇസ്ലാമിന് എന്തേ കാരണം? നിങ്ങൾ മൊയ്തീശികളാക്കണേ, മദീനകളെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നോളല്ലേ സഹോദര. അത് ശിർക്കാണെന്ന് പറയുന്ന മഹാന്മാരോടുള്ള ഈ സഹായാത്ര ശിർക്കാണെന്ന് പറയുന്ന ഒരായത്ത് ഖുർആനിൽ ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരു ഹദീസ് കൊണ്ടുവരാൻ കഴിയുമോ? ഒരു പ്രമാണം കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ലെന്ന് മാത്രമല്ല, മുജാഹിദ് പടച്ച റബ്ബിന്റെ ഖുർആന് നേരെ ഉന്നയിച്ച ഒരു ആരോപണമാണത്. റസൂലുള്ളാഹിന്റെ പേരിൽ ഉന്നയിച്ച ആരോപണമാണത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സഹായത്തിന് വിളിച്ചുകൂടാ എന്ന ആശയമാണ് ഇസ്ലാമിന്റേത് എന്നത് മുജാഹിദ് ഇസ്ലാമിന്റെ പേരിൽ കച്ചകെട്ടി ഉണ്ടാക്കിയ വാദമാണ്. അതിനിവരെന്ത് ചെയ്യുന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ മാറ്റിമറിച്ചിട്ട് ഇവരുടെ മേത്തർ പ്രസംഗിക്കുകയാണ്. എന്താ മേത്തർ പ്രസംഗം? മേത്തർ പ്രസംഗിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ദൈവിക സഹായം അത് അള്ളാഹുവോട് ചോദിക്കാൻ പറഞ്ഞ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നാണ്. ആ പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ദൈവിക സഹായം അള്ളാഹിനോട്, ദൈവികമല്ലാത്ത സഹായം സൃഷ്ടികളോട്. ആര്? മുജാഹിദ് മൗലവിമാരുടെ പ്രസംഗമാണ്. ദൈവിക സഹായവും ദൈവികമല്ലാത്ത സഹായവും. ഇങ്ങനെ സഹായത്തെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്ന് ഉത്ബോധിപ്പിക്കുന്ന പ്രസ്ഥാനം. അവനോട് മാത്രം ദൈവിക സഹായം. ദൈവികമല്ലാത്തത് അതെവിടുന്ന? ദൈവികമല്ലാത്തത് സൃഷ്ടികളുടെ അല്ലേ? സൃഷ്ടികളുടെ സഹായം, ദൈവത്തിന്റെ സഹായം. ഇങ്ങനെ സഹായത്തെ രണ്ടായി വേർതിരിച്ചു. കുറെ സൃഷ്ടികൾ സഹായിക്കും, കുറെ ദൈവം സഹായിക്കും. കുറെ ദൈവത്തിനോട് മാത്രം ചോദിക്കുക, സൃഷ്ടികളോട് ചോദിക്കുക. കണ്ടില്ലേ? ഇയ്യാക നസ്തഈൻ. ഈ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം തഫ്സീർ പറഞ്ഞ ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതനെ, അംഗീകൃത പണ്ഡിതനെ കാണിക്കാൻ ഖുർആൻ പണ്ഡിതന്മാരെന്ന് ഞെളിഞ്ഞു പറയുന്ന മൗലവിമാരെ ഞങ്ങൾ വിളിക്കുന്നു. കഴിയോ നിങ്ങൾക്ക്? മുഴുവൻ മുഫസ്സിരീങ്ങളും പറഞ്ഞു ഫീ കുല്ലിൽ മതാലിബി, എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അപ്പൊ നമ്മള് വെള്ളം വേണമെന്ന് പറഞ്ഞത്, ഭക്ഷണം വേണമെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞത്, വസ്ത്രം വേണമെന്ന് ടെക്സ്റ്റൈൽസിൽ ചെന്ന് പറഞ്ഞത് അല്ലേ? അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവന്റെ സഹായം ലഭിക്കുന്നതിന് മാധ്യമങ്ങളെയും കാരണങ്ങളെയും സംവിധാനിച്ചു. ആ കാരണങ്ങളെ സമീപിക്കുന്നത് അല്ലാഹുവിനെ സമീപിക്കുന്നതിന്, അല്ലാഹുവിനോട് ചോദിക്കുന്നതിന് വിരുദ്ധമല്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഇയ്യാക നസ്തഈൻ എന്നതിന് വിരുദ്ധമല്ല. ഇയ്യാക നസ്തഈൻ നിന്നോട് ചോദിക്കുന്നതിന് എതിരല്ല. ഏത് വിഷയത്തിലും നിന്നോട് ചോദിക്കുന്നതിന് എതിരല്ല. ഏത്? നമ്മൾ വെള്ളം വേണമെന്ന് സുഹൃത്തിനോട് പറഞ്ഞത് എന്തേ കാരണം? അല്ലാഹുവിന്റെ സഹായമാണ് എനിക്കിവിടെ ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വൽ ഖൈരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഈ വിഷയവും ലഭിക്കേണ്ടത് റബ്ബിൽ നിന്നാണ്. പക്ഷേ അവന്റെ ആ സഹായം ലഭിക്കാൻ ഞാൻ ആ സഹോദരനെ സമീപിച്ചതാണ്.